കേരളത്തെക്കുറിച്ച് വെറുപ്പും വിദ്വേഷവും പടർത്തിയ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് രണ്ടാം ഭാഗം വരികയാണ്. ഒന്നാം ഭാഗത്തെ കടത്തിവെട്ടുന്ന വർഗീയ വിഭജനമാണ് ലക്ഷ്യം എന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തം. ജാനകി എന്ന നായികയ്ക്ക് പേരിട്ടാൽ നായകൻ ബീഫ് കഴിച്ചാൽ കത്രിക വെക്കുന്ന സെൻസർ ബോർഡ്, മുസ്ലിം ജനവിഭാഗത്തെ ഭീകരവൽക്കരിക്കുന്ന ഈ വെറുപ്പിന്റെ വിപണനത്തിന് സമ്പൂർണ്ണ അംഗീകാരം നൽകിയിരിക്കുകയാണ്. നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗം ട്രോളായാണ് ഭൂരിപക്ഷം മലയാളികളും എടുത്തിരിക്കുന്നത്. ട്രോളിൽ ഒതുങ്ങുന്നതല്ല ഈ സിനിമ ഉണ്ടാക്കുന്ന സാമൂഹ്യ ദുരന്തം. സിനിമയുടെ ട്രെയിലറിൽ പറയും പോലെ ബിയോണ്ട് ഹേറ്റ്രെഡ് ആണ് ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ. ഒരു സമൂഹത്തെ ആകെ അപരവൽക്കരിക്കുന്ന, ഭീകരരായി മുദ്രകുത്തുന്ന, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ വിഷം കലർത്തുന്ന ഈ സിനിമാ വൈകൃതത്തെ പട്ടിക്ക് പുറത്തു നിർത്തേണ്ടത് മലയാളികളുടെ സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. ബുദ്ധിയും വിവേകവുമുള്ള കേരളീയർ വിചാരിച്ചാൽ പൊളിക്കാൻ കഴിയാത്തതായി ഒരു കള്ളക്കഥയുമില്ല. കേരളത്തിനെതിരെ വിദ്വേഷ സ്റ്റോറിയോ? ചർച്ചയിൽ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, CPM, ശ്രീ VR അനൂപ് കോൺഗ്രസ്, ശ്രീ P ശ്യാംരാജ് BJP, ശ്രീ രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകൻ, ശ്രീ ഷാബു പ്രസാദ് സാമൂഹ്യ നിരീക്ഷകൻ എന്നിവർ. ശ്രീ ശ്യാംരാജ്, കേരളത്തിനെതിരെയുള്ള ഈ വിദ്വേഷ പ്രചാരണത്തെ നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? ഈ ചിത്രത്തെയും ഇത് മലയാളികളെ അപകീർത്തിപ്പെടുത്തുന്നതായതുകൊണ്ട് ദേശീയ അവാർഡ് കൊടുത്ത് പുരസ്കരിക്കുമോ? അഭിലാഷ് ഇവിടെ ഇരിക്കുന്നത് ആങ്കർ ആയിട്ടാണോ അതെയോ പഴയ മീഡിയ വണ്ണിന്റെ പ്രതിനിധിയായിട്ടാണോ എനിക്കൊരു സംശയം. മാതൃഭൂമിയുടെ ഞാൻ മനസ്സിലാക്കി ആണല്ലോ. ഓക്കെ, അല്ല, എനിക്ക് നിങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ തോന്നിയതാണ്. ഒന്ന് ഈ സിനിമ ഇറങ്ങിയിട്ടില്ല, സിനിമ റിലീസ് ആവാൻ വേണ്ടിട്ട് പോകുന്നേ ഉള്ളൂ. കേരളത്തെ അപമാനിക്കാനാണോ ഈ സിനിമ എന്നുള്ളത്? സിനിമ ആ ട്രെയിലർ ഉണ്ടോ? ആ ട്രെയിലർ കണ്ടിട്ട് കേരളത്തെ അങ്ങോട്ട് അപമാനിച്ച് കളയും. ഇനി കേരളത്തെ അപമാനിക്കുന്ന ഒരു സിനിമയ്ക്ക് ദേശീയ അവാർഡ് കൊടുക്കും നിങ്ങൾ എങ്ങനെയാ പറയാ? ഈ സിനിമയുടെ കണ്ടന്റ് എന്താണ്? ഒന്ന്, ഈ സിനിമ നിർമ്മിച്ചത് ഞങ്ങളല്ല, സിനിമ സംവിധാനം ചെയ്തത് ഞങ്ങളല്ല. പിന്നെ ഈ സിനിമയുടെ കണ്ടന്റ് എന്താണോ ആ കണ്ടന്റിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് അഭിപ്രായങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. ആ അഭിപ്രായം, ആ കണ്ടന്റ് പറയട്ടെ തോക്കിയൊടിക്കല്ലേ. ആ കണ്ടന്റിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അത് കേരളത്തെ അപമാനിക്കലാണ് എന്ന് പറയുന്ന ഇടത് ജമാഅത്തെ ആ ഒരു നറേറ്റീവ് ഞാനതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെന്ന്. കേരളീയരുടെ പൊതുവിഷയമാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ കേരളീയരെ ഏത് നിലയ്ക്കും അപകീർത്തിപ്പെടുത്താം, കേരളീയരെ ഏത് നിലയ്ക്കും അപമാനപ്പെടുത്താം എന്നൊക്കെയുള്ളത് അതൊരു വല്ലാത്ത ആശയമാണ് ശ്യാംരാജെ. അത് മലയാളികളുടെ പൊതുവിഷയമാണ്. അഭിലാഷ്, ഞാൻ പറയട്ടെ, മലയാളിയുടെ വിഷയം തന്നെയാണ്, ഒരു സംശയമില്ല. മലയാളിയുടെ വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. നിൽക്കുന്നത് ഞാൻ പറയട്ടെ. ഒന്ന്, ആ സിനിമയുടെ അതൊരു സിനിമയാണ്, ഒരു കലയാണ്. അതിനകത്തെ കണ്ടന്റിനെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇനി 32,000 31,999 എനിക്കറിയില്ല, അത് സംവിധായകൻ പറയട്ടെ. ഞാൻ പറയുന്നത് അതിന്റെ കണ്ടന്റ് ആണ്. എന്ന് പറയുന്ന ഒന്ന് കേരളത്തിലുണ്ടോ? ഉദാഹരണങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് വേണം? എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണം? എത്ര വാർത്തകൾ ഞാൻ വായിച്ചു? 2025 കോതമംഗലത്തെ ഒരു പെൺകുട്ടി, ഞാൻ പറയട്ടെ, കഴിഞ്ഞ വർഷം 2025 കോതമംഗലത്തെ ഒരു പെൺകുട്ടി ഫോഴ്സ്ഫുള്ളി മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തത്. ആ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ട് അവളെ മതപരിവർത്തന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കാർ വരെ റെഡിയാക്കി വെച്ചൊക്കെയാണ് എന്ന് പറഞ്ഞു. ലവ് ജിഹാദ്, കാര്യമുണ്ടോ? അതായത് അല്ല, പറഞ്ഞോ, ചോദ്യത്തിന് ഉത്തരവായിട്ട് പറഞ്ഞാ പോരെ. ലവ് ജിഹാദ് ഉണ്ട്, നിയമപരമായിട്ട് പറയട്ടെ. ഞാൻ പറയട്ടെ, നിങ്ങൾ തോക്കി കയറി വെടിവെക്കല്ലേ? ഞാനത് എക്സാക്ട് അതിന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തോക്കി കയറി വെടിവെക്കല്ലേ? ഇതിനകത്ത് പ്രശ്നം എന്താ അറിയോ? നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും എല്ലാം കൂടെ കൂടിയിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പറയുന്നതാണ്, എന്താണ്, ഈ കേന്ദ്ര സർക്കാർ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ല. സത്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാനതിന്റെ എക്സാക്ട് വാക്കുകൾ വായിക്കാം. എന്താ നോക്ക്. നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ലവ് ജിഹാദ് എന്ന പദം നിർവചിച്ചിട്ടില്ല. കേന്ദ്ര ഏജൻസികളൊന്നും ഇത്തരത്തിൽ ലവ് ജിഹാദ് റിപ്പോർട്ടില്ല. എന്നിരുന്നാലും കേരളത്തിൽ നിന്നുള്ള മിശ്ര വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട 2 കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. അഖില അശോകന്റെയും 2 സോണിയ സെബാസ്റ്റ്യന്റെയും കേസുകൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ.
ഡിഫൈൻ ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല. ഞാൻ ജി കിഷൻ റെഡ്ഡി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഡെപ്യൂട്ടി ശ്യാംരാജെ, അമിത്ഷായുടെ ഡെപ്യൂട്ടി കേരളത്തിൽ നിന്നുള്ള MOS ആയിരുന്നു ജി കിഷൻ റെഡ്ഡി. അദ്ദേഹം നക്ഷത്ര ചോദ്യത്തിന് ഉത്തരമാക്കി പറഞ്ഞതാ, no such case of love jihad has been reported by any of the central agencies. No such case of love jihad has been reported by any of the central agencies. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലോക്സഭയിൽ പറഞ്ഞത്. അതിന്റെ അടുത്ത വാചകം തോന്നുന്നത് മാത്രം നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. cases from Kerala involving interfaith marriage have been investigated by National Investigative Agency. അത് മുഴുവൻ വായിക്കുന്നേ. എനിക്ക് ഉറക്കം നിൽക്കുന്നേ. ഞാൻ അതിന്റെ മലയാളമാണ് ഞാൻ ശരി, NIA കേരളത്തിൽ നിന്നുള്ള 2 മിശ്ര വിവാഹങ്ങൾ എന്നിട്ടോ അന്വേഷിച്ചല്ലോ. അതായത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തെ പ്രശ്നം എന്തോ, നിയമപരമായി ഡിഫൈൻ ചെയ്തിട്ടില്ല. ലവ് ജിഹാദ് നിയമപരമായി ലവ് ജിഹാദിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ലവ് ജിഹാദ് കേസുകളില്ല എന്ന് ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. ഞാൻ ശ്യാംരാജ് പറഞ്ഞ വിഷയത്തിലേക്കാണ് വരുന്നത്. മതപരിവർത്തനം നടത്താൻ ലവ് ജിഹാദ് എന്ന് പറഞ്ഞതാണ് മനഃപൂർവ്വം മതം മാറ്റാൻ വേണ്ടിയിട്ട് പ്രണയം നടിച്ച് മതം മാറ്റുന്ന പ്രക്രിയ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിനാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിൽ നിന്നുള്ള 2 മിശ്ര വിവാഹ കേസുകൾ NIA അന്വേഷിക്കുന്നുണ്ട്. അതാണല്ലോ ശ്യാംരാജ് നേരത്തെ പറഞ്ഞത്. ആണല്ലോ NIA അന്വേഷിച്ചിട്ടോ? NIA അന്വേഷിച്ചിട്ട് എന്താ കണ്ടെത്തിയത്? ആ NIA അന്വേഷണത്തെ കുറിച്ചുള്ള ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് ഞാൻ വായിക്കാം. NIA ends Kerala probe, says there is love but no jihad. NIA കേരളത്തിൽ നിന്നുള്ള ഈ പറഞ്ഞ മിശ്ര വിവാഹം സംബന്ധിച്ച കേസ് അവസാനിപ്പിച്ചു. എന്നിട്ട് NIA എന്താ പറഞ്ഞേ? There is love but no jihad. സ്നേഹമേ ഉള്ളൂ, ജിഹാദ് ഇല്ല എന്ന്. പ്രേമിച്ച് മതത്തിലേക്ക് മാറിയ ആൾക്കാരൊക്കെ ഉണ്ടാവുന്നേ. താങ്കളാണ് പറഞ്ഞത് NIA അന്വേഷിക്കുന്നുണ്ടെന്ന്. ഞാൻ NIA അന്വേഷിച്ചു പറഞ്ഞത്. NIA അന്വേഷിക്കുന്നുണ്ട്. നിമിഷ ഫാത്തിമയുടെ കേസ് NIA അന്വേഷിച്ച് കൊടുത്ത നിമിഷ ഫാത്തിമയുടെ കേസിൽ NIA കൊടുത്ത റിപ്പോർട്ട് എന്താ? അതനുസരിച്ച് സുപ്രീം കോടതിയുടെ ഉത്തരവെന്താ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറ അഭിലാഷ്. എന്റെ ഫാത്തിമയുടെ കേസ് NIA പറയാൻ നിയമപരമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. അഭിലാഷിന്റെ പ്രശ്നം അറിയോ? നിയമപരമായി ഡിഫൈൻ ചെയ്യാത്തതാണ് പ്രശ്നം. സുപ്രീം കോടതിയിലായാലും ലോക്സഭയിലായാലും നിയമപരമായിട്ട് ഡിഫൈൻ ചെയ്യാത്ത ഒന്നിനെ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറ്റില്ല. നിയമപരമായി ഡിഫൈൻ ചെയ്യാത്ത ഒന്നുണ്ട് എന്ന് BJP സ്ഥാപിക്കുന്നത് കേസില്ല. നിയമപരമായി ഡിഫൈൻ ചെയ്യാത്ത ഒന്നുണ്ട് എന്ന് BJP സ്ഥാപിക്കുന്നത് എന്താ? നിയമപരമായി ഉണ്ട് എന്ന് ഡിഫൈൻ ചെയ്യാത്ത ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് സിനിമയിലൊക്കെ കേരളീയ അപമാനിക്കുന്നത് കേസ് എന്താ? അങ്ങനെ എന്റെ അഭിലാഷ കേരളത്തെ ലവ് ജിഹാദിന് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതൃത്വത്തിലുള്ള നിർബന്ധിത പ്രണയം നടിച്ചുള്ള മതപരിവർത്തനത്തിന് കേരളത്തിലുള്ള പ്രചരണമാണ് തൊണ്ട വിടാതെ വിശ്വസിക്കാനുള്ള സൗകര്യമില്ല അഭിലാഷ. മുഴുവൻ മലയാളികളും കേൾക്കുന്നേ. മൊത്ത കച്ചവടം നിങ്ങൾ എടുക്കേണ്ട. മലയാളികളുടെ മൊത്ത കച്ചവടം കേസ് എങ്ങനെയാ? ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട പെറ്റീഷൻസ് നിമിഷ ഫാത്തിമയുടെ കേസ് എന്താന്ന് പറ അഭിലാഷേ. അഭിലാഷിന്റെ ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം പറഞ്ഞില്ലേ? ശരി, നിമിഷ ഫാത്തിമയെ പോലെയുള്ള ബാക്കി 31,999 പേരെവിടെ? ഒരു നിമിഷ ഫാത്തിമയല്ലേ ഉള്ളൂ. നോക്കൂ, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ. ഇന്ത്യയുടെ സുപ്രീം കോടതി, കേരള ഹൈക്കോടതി, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, ദേശീയ വനിതാ കമ്മീഷൻ. സംവിധായകനുമല്ല. ഞങ്ങൾക്ക് പ്രശ്നം അതിന്റെ കണ്ടന്റ് ആണെന്നേ. നിങ്ങൾ പിന്തുണയ്ക്കുന്ന സിനിമയല്ലേ? പ്രശ്നം അതിന്റെ കണ്ടന്റ് ആണ്. അതിനകത്ത് 31,999 ആണോ 32,000 ആണെന്നുള്ളത് എനിക്കറിയില്ല. കേരളത്തിലെ മിശ്ര വിവാഹങ്ങൾ സംബന്ധിച്ച് ശ്യാംരാജ്, കേരളത്തിലെ മിശ്ര വിവാഹങ്ങൾ സംബന്ധിച്ച് ഈ അഖില ഹാദിയ കേസ് ഞാൻ പറഞ്ഞു തരാന്ന്. അല്ല, ഒരു നിമിഷം കേൾക്കൂ. കേട്ടാലല്ലേ പറയാൻ പറ്റൂ ശ്യാംരാജ്. കേട്ടാലല്ലേ പറയാൻ പറ്റൂ. കേട്ടാൽ താങ്കൾക്ക് എന്നെ ഖണ്ഡിക്കാമല്ലോ. ലെറ്റ് മീ ആസ്ക്. നോക്കൂ, അഖില ഹാദിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സുപ്രീം കോടതി, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഈ വിഷയം പരിശോധിച്ചു. കേരളത്തിലെ 11 മിശ്ര വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ, കേരളത്തിലെ 89 മിശ്ര വിവാഹങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് തേടി 11 മിശ്ര വിവാഹങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസിയോട് ആവശ്യപ്പെട്ടു. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു. ലവ് ജിഹാദ് കണ്ടെത്താൻ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞില്ല. തുടർന്ന് അഖില ഹാദിയെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വിടാൻ ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ് ഉത്തരവിട്ടത്. നോക്കൂ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, കേരള ഹൈക്കോടതി,
കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, ദേശീയ വനിതാ കമ്മീഷൻ, ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ എല്ലാ സ്ഥാപനങ്ങളും ഈ നിമിഷം വരെ ലവ് ജിഹാദ് ഇല്ല എന്ന ഖണ്ഡിതമായ നിലപാട് എടുത്തിരിക്കുക. അത് ഉണ്ട് എന്ന് നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അതിന്റെ റാഷണൽ എന്താണ്? അതാണ് എന്റെ ചോദ്യം. പറയാം. യെസ്, ഉത്തരം പറയാലോ. ഒറ്റ ഉത്തരം പറയാലോ, ഇടപെടല്ലേ. ഒറ്റ ഒരു വാർത്ത ഞാൻ വായിക്കാം. മതം മാറ്റ കേസിൽ അറസ്റ്റിലായ ഫയാസ് സിയാദ്. കേരളത്തിലെ പ്രമുഖമായിട്ടൊരു പത്രത്തിൽ വന്ന വാർത്ത കേട്ടോ. കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് റിയാസാണ് ഒന്നാം പ്രതി. ബംഗളൂരുവിൽ പഠിക്കുന്ന സമയത്താണ് യുവതിയെ പരിചയപ്പെട്ടത്. പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് റിയാസ് വരുതിയിലാക്കി രഹസ്യമായി ചിത്രീകരിച്ച സ്വകാര്യ നിമിഷങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി മതം മാറ്റി മുഹമ്മദ് റിയാസിന്റെ അടുത്ത ബന്ധുവാണ് ഫയാസ്. എന്താണ്? രഹസ്യമായി ചിത്രീകരിച്ച സ്വകാര്യ നിമിഷങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി മതം മാറ്റി. മനസ്സിലായോ? കഴിഞ്ഞില്ല. ബാക്കി ഞാൻ വായിച്ചു തരാം. വ്യാജരേഖകൾ നിർമ്മിച്ച് സന്ദർശന വിസയിൽ ഇരുവരും സൗദിയിലേക്ക് പോയി. സിറിയയിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് പെൺകുട്ടിയുടെ പരാതി കേരളത്തിൽ എറണാകുളത്ത് പറവൂര് നടന്നതാണ്. ഇതെന്താ അഭിലാഷേ? ഇതെന്താ? പ്രണയം നടിക്കുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, ചിത്രീകരിക്കുന്നു. ആ ചിത്രീകരിച്ചതിന്റെ പേരിൽ ആ ചിത്രങ്ങൾ വെച്ച് ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നു. മതം മാറ്റിയിട്ട് സൗദിയിലേക്ക് വ്യാജരേഖകൾ ചമച്ചു പോകുന്നു. അവിടെ നിന്ന് സിറിയയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പറയുന്നു. എന്താ ഇത്? എന്താ അഭിലാഷ്? പറയട്ടെ, ഇത് കേരളത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും അഭിലാഷേ, നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും ഇതില്ല എന്നൊക്കെ സ്ഥാപിച്ചാൽ, നിങ്ങൾ പറഞ്ഞില്ലേ മലയാളികൾ നിങ്ങൾ പറയുന്ന മൊത്തം വെള്ളം തൊണ്ട തുടങ്ങാതെ വിഴുങ്ങില്ലാന്നേ. മലയാളികൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവരിതെല്ലാം സുപ്രീം കോടതിയോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയോ എന്തിനാണ് ഈ കാര്യം ബോധിപ്പിക്കാതിരിക്കുന്നത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞാണല്ലോ. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കൊടുത്ത ലോക്സഭയിൽ കൊടുത്ത റിപ്ലൈ ഞാൻ നേരത്തെ വായിച്ചു. ഡിഫൈൻ ചെയ്തിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, there is no such cases of love jihad എന്ന വാചകം കൂടിയുണ്ട്. താങ്കൾക്ക് സൗകര്യമുള്ള വാചകം മാത്രം വായിക്കല്ലേ. There is no such cases of love jihad എന്ന് കൂടിയുണ്ട്. ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി ലോക്സഭയിൽ ശരി ഓക്കെ ഫൈൻ. ശ്രീ രാഹുൽ ഈശ്വർ, ഇത് വലിയ ഒരു ഹെയ്റ്റ് പ്രൊപ്പഗൻഡയാണ്. യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് മാത്രമല്ല, അതിനപ്പുറത്ത് ഈ സിനിമയുടെ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ ഒന്ന് അവർ ക്ലെയിം ചെയ്യുന്നത് ബൈ ട്രൂ ഇവന്റ്സ് എന്നാണ്. രണ്ടാമത് ഇൻഷാ അല്ലാഹ് വരുന്ന 50 വർഷം കൊണ്ട് ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാകും, ഇന്ത്യയിൽ ശരീഅത്ത് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമയുടെ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ. അതിന് അവസാനം എഴുതി കാണിക്കുന്നത് നിങ്ങളുടെ മകൾ അവരുടെ അടുത്ത ഇരയാകുന്നതിന് മുമ്പ് ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. ഒരു വളരെ പാക്കേജ്ഡ് ആയിട്ടുള്ള ഹെയ്റ്റ് സ്റ്റോറിയാണ് ഇത്. കേവലം ബീഫ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമല്ല. ഏത് നിലയിൽ ഇത് കേരള സമൂഹത്തെയും ഇന്ത്യൻ സമൂഹത്തെയും ബാധിക്കാം? ശ്രീ അഭിലാഷ്, ഇന്ന് ഫെബ്രുവരി 19 ഞാൻ എൻ്റെ ഗുരുവായി കാണുന്ന ഗുരുജി ഗോൾവൽക്കറുടെ ജന്മദിനമാണ്. ഇന്ന് ഗുരുജി ഗോൾവൽക്കർ ജീവിച്ചിരുന്നെങ്കിൽ ഇത്തരം സിനിമകൾ, പ്രൊപ്പഗാൻഡ സ്വഭാവമുള്ള സിനിമകളെ അനുകൂലിക്കുമായിരുന്നില്ല. ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇല്ലാതിരിക്കുന്നത്. നമുക്ക് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് വേണ്ടത്, യൂണിഫോം സിവിൽ കോഡ് അല്ല എന്ന് പറഞ്ഞ ഗുരുജി ഗോൾവൽക്കറിനെ പോലുള്ള ആൾക്കാർ ഹിന്ദു സമൂഹത്തിലും ഭാരത സമൂഹത്തിലും ശക്തമായി നിന്നെങ്കിൽ പലപ്പോഴും പ്രൊപ്പഗാൻഡ സ്വഭാവമുള്ള സിനിമകൾ വരില്ലായിരുന്നു. അദ്ദേഹം ആദ്യകാലത്ത് എടുത്ത നിലപാടുകളിൽ നിന്ന് ഒരുപാട് ഇവോൾവ് ചെയ്ത് നല്ലൊരു മിതവാദിയായ സെന്റർ റൈറ്റ് ആയ ഗാന്ധിയൻ സ്പേസിലേക്ക് എത്തിയ ഒരു ഹിന്ദുവായി മാറിയ ചരിത്രം നമ്മുടെ നാട്ടിലെ എല്ലാ ഹിന്ദു സമൂഹത്തിനും മാതൃകയാകേണ്ടതാണ്. 2 പോയിന്റുകൾ സൂചിപ്പിക്കാം. നിർബന്ധിത മതപരിവർത്തനം പോലുള്ള ഒരു കാര്യമുണ്ടോ? ശ്രീ ശ്യാംരാജ് പറഞ്ഞതുപോലെ നിർബന്ധിത മതപരിവർത്തനങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അത് ഫാർ ആൻഡ് ഫ്യൂ ആണ്, പക്ഷേ നടന്നിട്ടുണ്ട്. അഭിലാഷിനും എനിക്കും ഒരേപോലെ ഇഷ്ടമുള്ള സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാലിനെ നിർബന്ധിത മതപരിവർത്തനം വഴി ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റിയ ദൗർഭാഗ്യകരമായ ഒരു ചരിത്രമുണ്ട്. മഹാത്മാഗാന്ധി തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയ എഴുത്തിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഹരിലാൽ പോയത് സാമ്പത്തിക അല്ലെങ്കിൽ ആത്മീയ താല്പര്യങ്ങൾ കൊണ്ട് മാത്രമല്ലായിരുന്നു എന്ന് രാഷ്ട്രപിതാവും സത്യത്തിന്റെ പ്രവാചകനുമായ ബാപ്പു തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അതിനെതിരെ ഒരു നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വേണം എന്ന് മഹാത്മാഗാന്ധി തന്നെയാണ് ആദ്യകാലത്ത് ഉന്നയിച്ചത്. അതേപോലത്തുള്ള കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം, കേരള സ്റ്റോറി യഥാർത്ഥത്തിൽ 3 പെൺകുട്ടികളുടെ ജീവിതത്തിൽ, നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, മറിയം അടക്കമുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ച ദൗർഭാഗ്യകരമായ കാര്യം 32,000 പേരെന്ന് പറയുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അതിശയോക്തി വൽക്കരിച്ച് അവതരിപ്പിക്കുമ്പോഴാണ് അതിന്റെ പ്രശ്നം. 2, നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ എല്ലാം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ അങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും വേദനയും വിഷമവും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം, അതിനെതിരെ
ഇതിനെതിരെ ഇന്ന് പെറ്റീഷൻ കൊടുത്തത് ഒരു ശ്രീദേവ് നമ്പൂതിരിയാണ്. ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, അദ്ദേഹത്തെ കിട്ടിയിരുന്നില്ല. പക്ഷേ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനെതിരെ നിൽക്കണമെന്ന് ശ്രീദേവ് നമ്പൂതിരി എന്ന് പറയുന്ന ഒരു വ്യക്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. അത് വളരെ സ്വാഗതാർഹമായ നല്ലൊരു കാര്യമാണ്. കാര്യം ഇതിൽ 2-3 പ്രശ്നങ്ങളുണ്ട്. അതിലെ ആ സിനിമയുടെ ട്രെയിലർ കണ്ടാൽ അറിയാം, അതിലൊരു ഉമ്മയും മകനും, അല്ലെങ്കിൽ ആ മകൻ ഉമ്മയോടും കൂടി ചേർന്നാണ് ഗൂഢാലോചന നടത്തുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ മാതൃത്വത്തെ കൂടി അപമാനിക്കുന്നത് പോലെയാണ്. അമ്മയാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും ഉമ്മയാണെങ്കിലും യഥാർത്ഥത്തിൽ ഇത്തരം സെൻസിറ്റീവായ കാര്യങ്ങൾ അതിൽ പറയരുത്. ഇനി ബീഫിന്റെ കാര്യം കൂടി, ഏത് മുസ്ലിമാണ് ബീഫ് നിർബന്ധിച്ച് നമുക്ക് തരുന്നത്? നേരെ തിരിച്ച് നമ്മുടെ ഗോവയിലും നോർത്ത് ഈസ്റ്റിലും അടക്കം ബീഫ് അടക്കം ഒരുപാട് പേര് കഴിക്കുന്നതുമല്ലേ. അപ്പോൾ ഇതിനൊരു പ്രൊപ്പഗാൻഡ സ്വഭാവം ഉണ്ടെന്ന് യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത്, കേരള സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞത്, കേന്ദ്രം ഗസ്റ്റായിട്ട് കൊണ്ടുവന്ന, കേന്ദ്രത്തിന്റെ ഫിലിം പരിപാടിക്ക് ഗസ്റ്റായി കൊണ്ടുവന്ന പരിപാടിയിൽ എനിക്ക് തോന്നുന്നു അനുരാഗ് താക്കൂർജിയാണ് വിളിച്ചതെന്ന്. അവിടെ വളരെ പ്രശസ്തനായ ഒരു സംവിധായകൻ കേരള സ്റ്റോറി 1 കുറിച്ച് ഇത് പ്രൊപ്പഗാൻഡ സ്വഭാവമുള്ള വൾഗർ സിനിമയാണ് എന്ന വാക്കുപോലും ഉപയോഗിച്ചത് നമുക്ക് ഓർക്കണം. പക്ഷെ പിന്നീട് ആ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തത് മറ്റൊരു ദൗർഭാഗ്യകരമായ കാര്യം, മികച്ച സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോ ഈ പ്രൊപ്പഗാൻഡ എലിമെന്റ്സ് ഉണ്ട്. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ ഒറ്റ വരി കൂടെ എടുക്കൂ. യഥാർത്ഥത്തിൽ ഈ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം അഭിലാഷിനെ പോലുള്ളവരാണ്. അഭിലാഷിനെ പോലുള്ള മതേതരവാദികൾ ഞങ്ങൾ ഹിന്ദുക്കൾ എന്തെങ്കിലും ഹിന്ദു ഐക്യത്തിന് വേണ്ടി നോർമലായി പറയുമ്പോൾ അതെല്ലാം വർഗീയമാണെന്ന് പറഞ്ഞ് എതിർക്കുമ്പോൾ ഈ രാജ്യത്തെ മതേതരവാദികളാണ് വർഗീയവാദികളെ ഉണ്ടാക്കുന്നതൊക്കെ ഒരു വാദം തീർത്തോട്ടെ. അഭിലാഷിന്റെ കുറ്റമെന്ന് അഭിലാഷിന് ബോധ്യമാവും. നാളെ ഞങ്ങൾ ഹിന്ദുക്കൾ എന്തെങ്കിലും നോർമലായ ഹിന്ദു ഐക്യത്തിന് വേണ്ടിയും ഹിന്ദുക്കൾ ഒരുമിക്കുന്നതിന്റെയും കാര്യം പറയുമ്പോൾ അഭിലാഷ് അടക്കമുള്ളവരെതിരെ വർഗീയമായി ചിത്രീകരിക്കും. ഉദാഹരണം, ഞാൻ പോലും നമുക്ക് ഞായറാഴ്ച ക്രിസ്ത്യാനികൾക്കും വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്കും ഉള്ള പോലെ ഐക്യം വേണം, ശനിയാഴ്ച ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞാൽ അഭിലാഷ് ഞങ്ങളെ എല്ലാം വർഗീയവാദികളെന്ന് വിളിക്കും. അപ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ള ചില ആൾക്കാർ മനഃപൂർവ്വം സിനിമയും പ്രൊപ്പഗാൻഡയും വഴി ഒരു മുസ്ലിം ശത്രുവിനെ നിർമ്മിച്ച്, അപരനെ നിർമ്മിച്ച്, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി, ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, തുമ്മൽ ജിഹാദ്, തുള്ളിമരുന്ന് ജിഹാദ് കഥകൾ ഉണ്ടാക്കി വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നോക്കുകയാണ്. ആ ട്രെയിലറിൽ കണ്ടാൽ ഈ ഡയലോഗുകൾ പോലെയുണ്ട്, നമ്മൾ ഹിന്ദുക്കൾ ഒന്നിക്കണം, നിങ്ങളുടെ ശബ്ദം ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഹിന്ദു ഐക്യം എന്ന മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച നല്ലൊരു ലക്ഷ്യമുണ്ട്. പക്ഷെ അതിന് മുസ്ലിം വിരോധം വേണ്ട. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഹിന്ദു ഐക്യം വളരെ നല്ലതാണ്, പക്ഷെ മുസ്ലിം വിരോധത്തിന്റെ പുറത്ത് ഹിന്ദു ഐക്യം ചില ആൾക്കാർ വിദ്വേഷ സ്റ്റോറി ഒന്നും എന്തായാലും കേരളത്തിലെ ഹിന്ദുക്കളുടെ തലയിൽ ഇടണ്ട രാഹുൽ ഈശ്വർ. കേരളത്തിലെ ഹിന്ദുക്കളിൽ 90% പേരും ഇമാതിരിയുള്ള പ്രൊപ്പഗാൻഡയൊക്കെ റിജക്ട് ചെയ്യുള്ളൂ. കേരളത്തിലെ ഹിന്ദുക്കൾ സഹിഷ്ണുതയുള്ളവരും സൗഹാർദ്ദമുള്ളവരുമാണ്. ഒരു സമൂഹത്തെ ആകെ ഡെമോണൈസ് ചെയ്യുന്ന, ഭീകരവൽക്കരിക്കുന്ന ഒരു പടപ്പും എന്തായാലും കേരളത്തിലെ ഐക്യത്തിന്റെ പേരിലോ അനൈക്യത്തിന്റെ പേരിലോ ഇതൊന്നും എടുത്ത് തലയിൽ വെക്കാൻ പോകുന്നില്ല. പക്ഷേ KT കുഞ്ഞിക്കണ്ണൻ നോക്കൂ, ഇത് നമ്മുടെ സംസ്ഥാനത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമാണ്. വളരെ അങ്ങേയറ്റം വിഭജന സ്വഭാവമുള്ള, കേവലം ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്നു എന്നുള്ളതൊന്നുമല്ല, അതിനപ്പുറത്തൊരു മതവിഭാഗത്തെ അപ്പാടെ, ഒരു മതവിഭാഗത്തെ മുഴുവനായി ഭീകരവാദികളായി ചിത്രീകരിക്കുന്ന ഒരു നറേറ്റീവ് പുഷ് ചെയ്യുന്ന, ആളുകളുടെ മനസ്സിൽ ഭയം വിതയ്ക്കുന്ന, സംശയം വിതയ്ക്കുന്ന, മുസ്ലിം ജനസമൂഹത്തിന് മേലെ ആ തരത്തിലുള്ള ഒരു സംശയം ഉണ്ടാക്കുന്ന സിനിമയാണ്. അതിന്റെ ട്രെയിലർ തന്നെ അങ്ങേയറ്റം പേടിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു സിനിമ ഇപ്പൊ കേരളത്തിൽ അത് എത്ര ആളുകൾ തള്ളിക്കളഞ്ഞാലും പാൻ ഇന്ത്യൻ ലെവലിൽ ഓടുകയും ചിലപ്പോൾ വീണ്ടും ദേശീയ അവാർഡ് വാങ്ങിക്കുകയൊക്കെ ചെയ്യും. എത്ര ആശങ്കാജനകമാണ് സാഹചര്യം. വളരെ ആശങ്കാജനകമാണ്, വളരെ ഭയപ്പെടുത്തുന്നതാണ് സാഹചര്യം. ആളുകൾക്കിടയിൽ വിഭജനവും വെറുപ്പും ശത്രുതയൊക്കെ ഉണ്ടാക്കാൻ സിനിമ പോലെ വളരെ പോപ്പുലറായ ഒരു കലാരൂപത്തെ വളരെ ആസൂത്രിതമായി ഉപയോഗിക്കുക എന്നുള്ള ഒരു അജണ്ടയാണ് സംഘപരിവാറിനുള്ളത്. ആ അജണ്ടയിൽ നിന്നാണ് ഇത്തരം സിനിമകൾ വരുന്നത്. കേരള ഇന്ത്യക്കാകെ മാതൃകയായിരിക്കുന്ന, അങ്ങേയറ്റം മതനിരപേക്ഷ സ്വഭാവമുള്ള, മൈത്രിയുള്ള, സൗഹാർദ്ദപൂർവമായ ജീവിതമുള്ള മനുഷ്യരുടെ ഒരു സമൂഹമാണ്. ഒരു വലിയ മാതൃകയാണ്, ഒരു മഹാമാതൃകയാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തെ വലിയ രീതിയിൽ ലോകത്തിൻ്റെ മുമ്പിൽ അപകീർത്തിപ്പെടുത്തുകയാണ് ഇത്തരം സിനിമകളിലൂടെ. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സ്റ്റോറിയല്ല. ഇത് കേരളത്തിന് നേരെ ആരോപിക്കപ്പെടുന്ന, കേരളത്തിന് നേരെ കരിവാരിത്തേക്കുന്ന, വളരെ ആസൂത്രിതമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയിൽ നിന്ന് വരുന്ന, ഒരു വർഗീയ അജണ്ടയിൽ നിന്ന് വരുന്ന സിനിമയാണ്. നമ്മൾ നോക്കണം, നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ട 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് മുസഫർ നഗറിൽ ഇതിന് സമാനമായ വീഡിയോകൾ പ്രദർശിപ്പിച്ചു. അവിടെ മുസ്ലിങ്ങൾ വലിയ കുഴപ്പക്കാരാണ്, ഹിന്ദു സ്ത്രീകളെ പ്രണയിക്കുന്നു, മുസ്ലിം ചെറുപ്പക്കാർ കൂട്ടിക്കൊണ്ടുപോകുന്നു, നിർബന്ധിച്ച് മതപരിവർത്തനം ഉണ്ടാക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത ആളാണ് സംഗീസോം. ഇപ്പോഴും അദ്ദേഹം UP നിയമസഭയിലെ MLA ആണ്. ഇന്ത്യയിലെ 2ാമത്തെ ബീഫ് കയറ്റുമതി മുതലാളിയും കൂടിയാണ്. ഹലാൽ എന്ന പേരിലുള്ള ബീഫ് എക്സ്പോർട്ടേഴ്സ് കമ്പനി നടത്തുന്ന ആളാണ് ഈ സംഗീസോം. ഈ സംഗീസോം
പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു കലാപമായിരുന്നു. ലക്ഷക്കണക്കിന് മുസഫർ നഗറിലെ പാവപ്പെട്ട മനുഷ്യർ നിലാരംബരായി അഭയാർത്ഥികളായി ഓടിപ്പോകുന്ന അവസ്ഥയുണ്ടാക്കുക, എത്രയോ കെട്ടിടങ്ങൾ തീയിടുകയും തകർക്കുകയും ചെയ്ത, എത്രയോ ആളുകളുടെ വാസസ്ഥലങ്ങൾ നഷ്ടപ്പെടുത്തിയ നമ്മുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒരു കലാപമായിരുന്നു, വർഗീയ കലാപമായിരുന്നു മുസഫർ നഗർ. ആ മുസഫർ നഗർ കലാപം ഉണ്ടാക്കിയത് ഇതുപോലെ ഹെയ്റ്റും വിഭജനവും ഉണ്ടാക്കുന്ന സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങളിലൂടെയാണ് എന്ന കാര്യം നമ്മൾ കാണണം. അത് അന്വേഷിച്ച ജസ്റ്റിസ് വിഷ്ണു സഹായ് കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളത് വേറെ കാര്യം. നമ്മുടെ കോടതിയൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമാണ്. അതിന് സമാനമായ രീതിയിൽ കേരളം ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിലാണുള്ളത്. അത്തരമൊരു സന്ദർഭത്തിൽ വളരെ ആസൂത്രിത ബുദ്ധിയോടുകൂടി ഈ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗം എന്ന പേരിൽ വളരെ പ്രകോപനപരമായിട്ട് മനുഷ്യർ പ്രണയിക്കുന്നത്, മനുഷ്യർ വ്യക്തിഗതമായ തങ്ങളുടെ അഭീഷ്ടങ്ങളനുസരിച്ച് ഇണകളെ തിരഞ്ഞെടുക്കുന്നത്, അത് മതവും ജാതിയും ഒന്നും നോക്കിയിട്ടല്ല. മതവും ജാതിയും ഒക്കെ നോക്കിയിട്ട് വ്യവസ്ഥാപിതമായ അത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടാകാം. അതിലൊക്കെ അപ്പുറത്താണ് മനുഷ്യരുടെ പരസ്പര ബന്ധം, പ്രണയം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സർവ്വ പ്രണയങ്ങളെയും അത് ലവ് ജിഹാദാണ്, അത് പദപരിവർത്തനത്തിന് വേണ്ടിയാണ് എന്നൊരു നെറേഷൻ എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ നമ്മുടെ സമൂഹത്തോട്, മനുഷ്യവംശത്തോട്, അതിൻ്റെ അനുശൂതിക്ക് വേണ്ടിയുള്ള സ്ത്രീ പുരുഷ ബന്ധത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ്, ഏറ്റവും വലിയ അപരാധമാണ് ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം പ്രചരണങ്ങൾ. എൻ്റെ സുഹൃത്ത് ശ്യാംരാജിനെ പോലുള്ള ആളുകൾ, അദ്ദേഹം BJPയെ പ്രതിനിധീകരിച്ചാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. RSSനെ പ്രതിനിധീകരിച്ചാലല്ലോ. BJP ഇന്ത്യയിലെ മതനിരപേക്ഷ ഭരണഘടന അതനുസരിച്ച് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അങ്ങനെയുള്ളൊരു സംഘടനയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് എന്താണ് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് എടുത്തു കാണിച്ച് ഏതോ ഒരു പത്രത്തിൽ വന്ന വാർത്തയൊക്കെ റിപ്പോർട്ടൊക്കെ ഇവിടെ വായിച്ചിട്ട് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഇന്റലിജൻസ് വിഭാഗങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മളെല്ലാം കേരളത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ കൺമുമ്പിൽ അത്തരം അനുഭവങ്ങളുണ്ടോ? തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ആളെ സംഘടിപ്പിക്കുന്നതും അവർ സിറിയയിലേക്ക് പോകുന്നതൊക്കെ മറ്റൊരു വിഷയമാണ്. ഇവിടെ കേരളം എന്ന് പറയുന്ന പൊതുസമൂഹം ആകെ ഈ രീതിയിൽ മുസ്ലിങ്ങൾ വലിയ രീതിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി അവളെ കൊണ്ട് നിർബന്ധിച്ച് ബീഫ് തിന്നിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന ഒരു നെറേഷൻ എത്ര കുറ്റകരമാണ്. ശരി, അത്തരം കുറ്റകരമായ ഒരു ചിത്രം സിനിമ എന്ന പേരിൽ ഈ മലയാളികൾക്കിടയിൽ ഓടാൻ പോകുന്നില്ല. മലയാളികൾ അത് റിജക്ട് ചെയ്യും. പക്ഷെ ദേശീയ തലത്തിൽ അതിന് അവാർഡ് കിട്ടും, വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ ഉണ്ടാകും. കേരളത്തെക്കുറിച്ച് ഇന്ത്യൻ സമൂഹത്തിനകത്ത് തെറ്റായ ഒരു ഇമേജ് ഉണ്ടാക്കാനുള്ള, ഒരു പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമം, അതാണ് സംഘപരിവാറിന്റെ. ഇപ്പോ ശ്യാംരാജ് പറയുന്നത് പോലെ ഇത് BJPയോ RSSO ഒന്നും അറിയില്ല, ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ഞങ്ങളല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൃത്യമായ ഒരു പ്രൊപ്പഗൻഡ അജണ്ടയിൽ വരുന്ന സിനിമയാണ്. ശരി, ഓക്കെ ഞാൻ വരാങ്ങേൽക്ക്. ഷിഷാബു പ്രസാദ്, നമ്മള് കേരളം ആളുകളെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇടകലർന്ന് വളരെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന സ്ഥലമാണല്ലോ. ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ട്. വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്യാണ്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം എന്താ അത്. ഈ സിനിമ വിനിമയം ചെയ്യുന്നത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളായ പെൺകുട്ടികളെ വളരെ മനഃപൂർവ്വം ആസൂത്രിതമായി പ്രണയിക്കും. അതിലൊരു മുസ്ലിം കഥാപാത്രം തൊപ്പിവെച്ച ആള് പറയുന്നുണ്ട്, ഹിന്ദു സ്ത്രീകളെ എല്ലാം നമ്മുടേതാക്കുകയാണ് നമ്മുടെ ജോലി, നമ്മുടെ കാമാണ്, ജോലിയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആസൂത്രിതമായി ഹിന്ദു സ്ത്രീകളെ എല്ലാം മുസ്ലിം ചെറുപ്പക്കാർ പ്രേമിച്ച് കല്യാണം കഴിച്ച് മതം മാറ്റി, എന്നിട്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് ബീഫ് കഴിച്ച്, എന്നിട്ട് അവരെ ISISലേക്ക് റിക്രൂട്ട് ചെയ്ത് അവരെ തോക്കും ബോംബും ഒക്കെ ഏൽപ്പിച്ച് അവരെ ഭീകരവാദത്തിന് വിടും. ഇതാണ് ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ, ഇവിടെ വളരെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഈ തരത്തിൽ സിനിമ എന്ന പേരിൽ ഈ തരത്തിൽ അപകീർത്തിപ്പെടുത്തിയാൽ അതിന് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാവരും അപലപിക്കേണ്ടതല്ലേ? അഭിലാഷേ, ഒന്നാമത്തെ കാര്യം, ഈ സിനിമ പുറത്തിറങ്ങിയിട്ടില്ല, നമ്മുടെ ട്രെയിലർ മാത്രമേ കണ്ടിട്ടുള്ളൂ. മറ്റൊന്ന്, ഇത് ഒരു സിനിമയാണ്, ഒരു ഫിക്ഷനാണ്, ഒരു ഡോക്യുമെന്ററി അല്ല, ഒരു അക്കാഡമിക് ഡോക്യുമെന്റ് അല്ല, എഴുതപ്പെട്ട ചരിത്രമല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അത് നമ്മളൊക്കെ ഇവിടെ ഇന്നും നിങ്ങൾ തന്നെ എത്രയോ തവണ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ പറ്റിയൊക്കെ എത്രയോ വാദോരാതെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ അന്തഃഛിദ്രം ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണോ? പറയുന്നത് അല്ല, അന്തഃഛിദ്രം ഉണ്ടാക്കോ ഇല്ലയോ, അന്തഃഛിദ്രം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ സമൂഹം തീരുമാനിക്കട്ടെ. കാര്യം നമ്മുടെ സമൂഹം അങ്ങനെ അത്ര മോശമായ സമൂഹമൊന്നും അല്ല.
ഒരു സിനിമ കൊണ്ട് ഈ നാട് മുഴുവനും അങ്ങ് കത്തിപ്പോകും, അല്ലെങ്കിൽ സമൂഹത്തിൽ അങ്ങ് അന്തഛിദ്രം ഉണ്ടാകും എന്ന് വിശ്വസിക്കാനും മാത്രം ഒന്നും വിദ്യയല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അല്ല, നമ്മൾ കേരളീയരെ കുറിച്ച് പുറത്തുള്ള ആളുകൾ, ഇപ്പോൾ യു പിയിലോ ഡൽഹിയിലോ ഒക്കെ ഉള്ള ആളുകൾ ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും പോപ്പുലറായ മാധ്യമമാണ് സാർ. സിനിമകളെ കൊണ്ട് മതം മാറ്റിച്ച് ഫോഴ്സ്ഫുള്ളി ബീഫ് തീറ്റിക്കുന്ന ആളുകളായിട്ടാണ് മലയാളികളെ കാണാൻ പോകുന്നത്. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഈ കേരളത്തിൽ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളിൽ കുഞ്ഞിക്കണ്ണനെ പോലുള്ളവരും അനൂപിനെ പോലുള്ളവരും നടത്തുന്ന ചർച്ചകളിൽ നടത്തുന്ന പ്രചരണം എന്താണ്? ഉത്തരേന്ത്യയിൽ മുഴുവനും മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നു, ഉത്തരേന്ത്യയിലെ ബീഫ് കഴിച്ചാൽ ഓടിച്ചിട്ട് തല്ലുന്നു, ഇവിടുത്തെ ഉത്തരേന്ത്യയിൽ മുഴുവനും മുസ്ലിങ്ങളെ മുഴുവനും കൂട്ടത്തോടെ ഈ നാട് കടത്താൻ പോകുന്നു. ഇങ്ങനെയുള്ള പ്രചാരണങ്ങളല്ലേ ഇവിടെ നടത്തുന്നത്? ഉള്ള കാര്യം പറയാറുള്ളൂ, പറയാറുണ്ട്, ഉണ്ടായ കാര്യം പറയാറുണ്ട്. ഇതുപോലെ ഇല്ലാത്ത കാര്യം പറയുന്നത് താങ്കൾ പറയുന്നത് ഫിക്ഷനാണ്. ഉള്ള കാര്യം പറയാനും പറ്റില്ല. ഫിക്ഷൻ ആയിട്ട് ഇതുപോലെ ഉള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കണം എന്നാണോ? അഭിലാഷ, ഞാനതല്ല പറഞ്ഞത്. കേരളത്തിനെ പറ്റി ഒന്ന് മോശമാക്കി കളയുന്നുണ്ട്. ഈ കേരളത്തിൽ ഇവിടെ നിങ്ങളടക്കമുള്ളവർ മറ്റുള്ള നാടിനെ പറ്റിയൊക്കെ മോശമായിട്ട് പറയുന്ന അതേ അവകാശം അവർക്കും ഉണ്ടെന്നേ. അവരുടെ പറയേണ്ടതെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇനി അതവിടെ നിൽക്കേ. ഇനിയും മറ്റൊന്ന്, ഇത് ഇവിടെ ആദ്യമായിട്ടാണ് ഇപ്പൊ പ്രൊപ്പഗാൻഡ അവരവരുടെ നറേറ്റീവ് സിനിമകളിലൂടെയും അല്ലെങ്കിൽ കവിതകളിലൂടെയും നോവലുകളിലൂടെയും ഒക്കെ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണോ? മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്ന ഒരു നോവൽ ഉണ്ടായിരുന്നല്ലോ, മീശ. ആ മീശയിൽ എന്താ പറയുന്നത്? അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് പോകുന്നത് ലൈംഗിക ആകർഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ന നോവലും മാതൃഭൂമിയിലാണ് അച്ചടിച്ചു വന്നത്. കഥാപാത്രത്തിന്റെ മനോവിചാരമല്ലേ, അതല്ലാതെ അമ്പലത്തിൽ പോകുന്ന ആളുകൾക്കെതിരെയുള്ള ഒരു പ്രോപ്പഗാൻഡ മെറ്റീരിയൽ ആണോ അത്? ആ നോവല് പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. താങ്കൾ പുസ്തക പ്രസാധനശാലയൊക്കെ നടത്തുന്ന ആളല്ലേ, വാങ്ങി വായിക്കുക. അതിലെങ്ങനെ അമ്പലത്തിൽ പോകുന്ന ആളുകൾക്കെതിരെയുള്ള ക്യാമ്പയിൻ ആണോ ആ നോവല്? എനിക്ക് അങ്ങനെയുള്ള, അതായത് ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനോട് എനിക്ക് ഒരു എതിർപ്പില്ല. വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് ഈ നാട്ടിൽ പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ നറേറ്റീവ് ബിൽഡിംഗ് രീതിയിലുള്ള സൃഷ്ടികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, വയലാർ രാമവർമ്മയുടെ മഹാബലിക്കൊരു കത്ത് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, പ്രശസ്തമായ. പ്രസാദെ, വയലാറിനോടൊക്കെ താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു മുതല് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന പ്രൊപ്പഗാൻഡ മെറ്റീരിയൽ. വാമനനെ എത്ര മോശമായിട്ടാണ് അതിന്റെ അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് വയലാറിന്റെ അവകാശമാണ്, വയലാറിന്റെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണത്. അതുപോലെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതിന് ആ കലാകാരൻ, ആ സംവിധായകൻ, ആ എഴുത്തുകാരൻ അയാളുടേതായ കാഴ്ചപ്പാടിൽ ഒരു സൃഷ്ടിയാക്കി, ഒരു സിനിമയാക്കി അവതരിപ്പിക്കുന്നു. അത് കാണേണ്ടവർ കാണട്ടെ, കാണണ്ടാത്തവർ കാണണ്ട. കാണുന്നവർ കാണട്ടെ, കാണണ്ടാത്തവർ കാണണ്ട, അതൊക്കെ. പക്ഷെ ആ ഒരു കാര്യം സെൻസർ ബോർഡ് സുരേഷ് ഗോപിയുടെ ഒരു സിനിമയിൽ ജാനകി എന്ന് ഒരു പെൺകുട്ടിക്ക് പേരിട്ടപ്പോൾ അത് അംഗീകരിച്ചിരുന്നില്ല. ഹാൽ എന്ന് പറയുന്ന സിനിമയിൽ ബീഫ് കഴിക്കുന്ന രംഗം അത് കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഇത്രയും വലിയ ഹെയ്റ്റ് പ്രോപ്പഗാൻഡ ഒരു സമൂഹത്തിനെതിരെ, ഒരു സംസ്ഥാനത്തിനെതിരെ നടത്തിയിട്ട് സെൻസർ ബോർഡിന് അത് പ്രശ്നമില്ല. ഭാവിയിൽ ദേശീയ പുരസ്കാരം കിട്ടാനും അതൊരു പ്രശ്നമാവില്ല. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുകയാണ്, ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ ഒരു മോക്കറിയാണ്. അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ഈ 21ാം നൂറ്റാണ്ടില് ഈ സെൻസർ ബോർഡ് പോലെ ഒരു കോമാളിത്തരം വേറെ ഇല്ല എന്നുള്ള കാര്യം. സെൻസർ ബോർഡ് കോമാളിത്തരമാണെന്നുള്ള കാര്യത്തിൽ ഞാൻ അങ്ങയോട് യോജിക്കുകയാണ്. കാരണം ഒരു കാര്യവുമില്ലാതെ സിനിമകളിൽ കത്രിക വെക്കുകയും എന്നാൽ സമൂഹത്തിൽ വിഷം വിതയ്ക്കുന്ന ഹെയ്റ്റ് പ്രോപ്പഗാൻഡ അനുവദിക്കുകയും ചെയ്യുന്ന സെൻസർ ബോർഡ് കോമാളിത്തരം എന്ന വാക്കിനപ്പുറത്ത് വേറൊന്നും വിശേഷിപ്പിക്കാനില്ല. ഞാൻ ആ പരാമർശത്തോട് യോജിക്കുന്നു. എനിക്കൊരു ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ അനൂപിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്. ഷിവിയാർ അനൂപ്, ഇന്നിപ്പോൾ മലയാളികളുടെ ഫീഡിൽ മുഴുവൻ ബീഫാണ്. ബീഫ് കഴിക്കുന്ന കാര്യത്തിൽ എന്തോ ഒരു ട്രോള് നമുക്ക് വന്നു എന്നുള്ള മട്ടിലാണ്. പക്ഷേ വളരെ ഗൗരവ സ്വഭാവത്തിൽ സമൂഹത്തെ വിഭജിക്കാൻ പോകുന്ന കണ്ടന്റ് ആ ട്രെയിലറിൽ തന്നെ ഉണ്ട്. വരുന്ന വർഷങ്ങളിൽ ഇന്ത്യ ഇസ്ലാമിക ശരീഅത്തിന് കീഴിലാവും, ഹിന്ദു സ്ത്രീകളെ നമ്മുടെ സ്വന്തമാക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന, എന്ന് യുവാക്കളോട് അല്ലെങ്കിൽ മക്കളോടൊക്കെ ഉപദേശിക്കുന്ന മുസ്ലിം കാരണവർ, ഇങ്ങനെ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വിഭജന അജണ്ട ഉള്ള ഒരു സിനിമയാണ്. അതിനെ തമാശയായിട്ട് കണ്ടാൽ തമാശയായിട്ട് കാണാം. തമാശയായിട്ടാണോ കാണേണ്ടത്? അല്ല, തീർച്ചയായും തമാശയായി ഒരിക്കലും കാണാൻ കഴിയില്ല. ഈ കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗത്തിനെതിരെ ആദ്യമായി കോടതിയെ സമീപിച്ച ഒരാളാണ് ഞാനത് കോടതിയെ സമീപിക്കാനുള്ളൊരു കാരണം, ഈ നേരത്തെ ഷാഹു പ്രസാദൊക്കെ പറയുന്ന പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്കെതിരെ കാണാനേ കഴിയില്ല. അതിനകത്ത് വളരെ കൃത്യമായി ഇത് യഥാർത്ഥ കഥയാണ് എന്ന്
ഇവർ തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ കോടതി ഈ പ്രദർശനം തടയണം എന്നുള്ള ആവശ്യമൊക്കെ നിരാകരിച്ചെങ്കിൽ കൂടി കോടതിയിൽ ഇതിൻ്റെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സത്യവാങ്മൂലം കൊടുക്കേണ്ടി വന്നു. ഇത് യഥാർത്ഥ കഥയല്ല, ഇതൊരു ഫിക്ഷൻ മാത്രമാണ് എന്നുള്ള നിലപാടിലേക്ക് അവരെ കൊണ്ടുവരേണ്ടി വന്നു. അവർക്കത് പറയേണ്ടി വന്നു എന്നുള്ളതാണ് ആ നിയമപരമായ പോരാട്ടത്തിൻ്റെ വിജയമായി ഞാൻ കാണുന്നത്. ഇപ്പോഴും ഈ രണ്ടാം ഭാഗം വരുമ്പോഴും ഈ യഥാർത്ഥ കഥയാണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ പോലും അങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. ഇവിടെ BJPയുടെ പ്രതിനിധി എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നു കേരളത്തിൽ മിശ്രവിവാഹം നടക്കുന്നുണ്ട്. മിശ്രവിവാഹം നടക്കുന്നുണ്ട്, എന്താ കുഴപ്പം? മിശ്രവിവാഹം ഈ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള ഒന്നാണോ? ഈ മതപരിവർത്തനം നടക്കുന്നുണ്ട്, എന്താ പ്രശ്നമേ? ഈ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കർ ഭരണഘടനയ്ക്കകത്ത് മതപരിവർത്തനത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേ അംബേദ്കർ തന്നെ മതപരിവർത്തനം ചെയ്തിട്ടുണ്ട്, ബുദ്ധമതത്തിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ മതപരിവർത്തനമൊക്കെ ക്രിമിനൽ കുറ്റമാണെങ്കിൽ, അത് വിവാഹാനന്തരം വധു വരൻ്റെ മതത്തിലേക്ക് മാറുന്നത് ക്രിമിനൽ കുറ്റമാണെങ്കിൽ അതിൽ പ്രതി ചേർക്കപ്പെടേണ്ട ഒരാളെന്ന് പറയുന്നത് ഷോൺ ജോർജ് അല്ലേ? BJPയുടെ ഭാരവാഹിയല്ലേന്നേ? എനിക്കെന്തായാലും ഷോൺ ജോർജിൻ്റേത് ലവ് ജിഹാദാണെന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തമായില്ല. BJPയുടെ പ്രതിനിധിക്ക് അതുണ്ടോ? അദ്ദേഹം ജഗദീഷ് ശ്രീകുമാറിൻ്റെ മകളായ പാർവതി വിവാഹം കഴിക്കുന്നു. പാർവതി ഷോൺ ജോർജിനെ വിവാഹം കഴിച്ചതിന് ശേഷം ക്രിസ്തുമതം സ്വീകരിക്കുന്നു. അത് അവരുടെ ചോയ്സാണെന്നേ. ഏത് മതം സ്വീകരിക്കണമെന്നുള്ള അവരുടെ ചോയ്സാണ്. ഈ പറയുന്ന ഇത് അനുസരിച്ചാണെങ്കിൽ ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ഭാരവാഹി ഇവരുടെ വാദഗതി അനുസരിച്ചാണെങ്കിൽ നടത്തിയിരിക്കുന്ന ലവ് ജിഹാദ. എനിക്ക് അഭിപ്രായമില്ല, ഞങ്ങളുടെ പാർട്ടിക്ക് അഭിപ്രായമില്ല. പക്ഷേ BJP കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ വ്യക്തിപരമായ ആളുകളുടെ പ്രിഫറൻസിനെ ചോയ്സിനെയൊക്കെ ലവ് ജിഹാദാണെന്നും അത് സംഘടിതമായ ഒരു പദ്ധതിയുടെ ഭാഗമാണെന്ന് പറയുകയാണ് ചെയ്തത്. അതിനെതിരായി കൃത്യമായി കേരളം പ്രതിരോധിക്കും. കേരളം അതിനെതിരെ പ്രചാരവേല ഈ പറയുന്ന ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ അഭിലാഷ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇതിനകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുത്തുള്ള നിലപാടെന്താ? അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിട്ട് മാറി നിൽക്കേണ്ട ആളാണോ? അദ്ദേഹമാണ് കോടതിയെ സമീപിക്കുന്നത്. കഴിഞ്ഞ കേസിൻ്റെ സമയത്തും ഞങ്ങളെപ്പോലുള്ള ചില വ്യക്തികൾ, ഒറ്റപ്പെട്ട സംഘടനകളൊക്കെ കോടതിയെ സമീപിക്കുമ്പോൾ അവിടെ അഭിപ്രായം പറയുന്നു എന്നതിലുപരിയായി കേരളത്തിലെ ഗവൺമെൻറ് എന്ത് നിലപാട് സ്വീകരിച്ചത്? ഇവിടെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ഒരു സിനിമ വന്നപ്പോൾ ഒരു ഭാരത സർക്കാർ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് സെൻസർ ബോർഡ് നിലപാടെടുത്തു. കേരളത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഈ സിനിമയ്ക്കെതിരെ എന്തുകൊണ്ട് നിയമപരമായ ഒരു വ്യവഹാരത്തിന് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല? ഫേസ്ബുക്കിൽ പോസ്റ്റഡ് ആണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഇതിനെതിരെ പറയണമെന്നേ. പിന്നെ ഇവരൊക്കെ ഇതിന്റെ ടാഗ് ലൈനായിട്ട് ഉപയോഗിക്കുന്നത് VS അച്യുതാനന്ദൻ പറഞ്ഞൊരു വാചക, കേരളം ഇത് ഇസ്ലാമിക രാഷ്ട്രമല്ല. VS അച്യുതാനന്ദൻ പറഞ്ഞത് 2010 പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കല്ലേ അനൂപ്? വളരെ കൃത്യമായ ഒരു സംഘടനയെ കുറിച്ച്, അധ്യാപകന്റെ കൈവെട്ടിയ ആ സംഭവം നടക്കുമ്പോൾ VS അച്യുതാനന്ദൻ ഡൽഹി പോകുന്ന വേളയിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടനയെക്കുറിച്ച് വളരെ കൃത്യമായി ഈ സംഘടന ഇതാണ് ലക്ഷ്യം വെക്കുന്നത്, ഇന്ത്യയെ എത്രയോ വർഷത്തിനുള്ളിൽ ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കാൻ ലക്ഷ്യം വെക്കുന്ന ഒരു സംഘടനയെക്കുറിച്ച്, RSSനെ കുറിച്ച് വിമർശിക്കുന്ന പോലെ പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കാലോ. സംഘടനയുടെ പേര് പറഞ്ഞ് ഉന്നയിച്ച ഒരു വിമർശനത്തിന്റെ ഒരു ഭാഗം, ഒരു രാജ്യത്തെ 2-3 സെന്റൻസ് വെട്ടിക്കളഞ്ഞ് അവസാനത്തെ 2-3 സെന്റൻസ് മാത്രം പറഞ്ഞിട്ട് VS അച്യുതാനന്ദൻ ഈ പറഞ്ഞതാണ് പറഞ്ഞതെന്ന് പറയുന്നത് ശരിയല്ല. അതിനകത്തൊരു ബൗദ്ധികമായ എനിക്കതിന് വിശദീകരണമുണ്ട്. എനിക്കതിനകത്ത് അഭിലാഷേ, ഞാൻ പറയുന്നത് കേൾക്കണം. അങ്ങനെ VS അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുമ്പോഴാണ് യോഗി ഞാനൊരു കാര്യം അങ്ങ് അത് കഴിഞ്ഞു എന്നിൽ നിന്ന് പൊക്കോളൂ. VS അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുമ്പോഴാണ് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നത്. അതിനെതിരെ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്നുള്ള അർത്ഥത്തിൽ ഒരു പ്രതിരോധവും VS അച്യുതാനന്ദന്റെ 2019 മുതലുള്ള ആരോഗ്യനില അറിയാത്ത ആളല്ലല്ലോ അങ്ങനെ ഒരു വിദണ്ഡവാദം ഉന്നയിക്കല്ല അനൂപ്. നമ്മളിപ്പോ ഒരു വിഷയത്തെ കോമൺ ആയി കേരളീയർ എന്നുള്ള നിലയിൽ നേരിടുമ്പോൾ VS അച്യുതാനന്ദനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെ പറയാണ്. അങ്ങനെ പറയരുത്. ഒന്ന് VS അച്യുതാനന്ദൻ ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. വളരെ കൃത്യമായി ഒരു സംഘടനയെ കുറിച്ച് പറഞ്ഞ ഒരു വാചകത്തെ വളച്ചൊടിച്ചിട്ട് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കും സമൂഹത്തെ. അങ്ങനെ പറയരുത്. VSനെ പോലെ വന്ധ്യവയോധികനായ ഒരു നേതാവിന്റെ വാക്കുകൾ ഉപയോഗപ്പെടുത്താൻ യോഗി ആദിത്യനാഥിന് അവസരം കിട്ടേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. യോഗി ആദിത്യനാഥ് പറഞ്ഞ സമയത്തും VS ഞാനൊരു കാര്യം പറയാം. 2019 മുതൽ ശയ്യാവലംബിയായ മനുഷ്യനല്ലേ അദ്ദേഹം. ആരെങ്കിലും അദ്ദേഹത്തെ മിസ്കോട്ട് ചെയ്താൽ എന്താ പറയാ, ആരോഗ്യസ്ഥിതിയിലുള്ള ഒരാൾ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അനൂപ് പറയുന്നത്? അല്ലല്ല, VS ആണല്ലോ ശയ്യാവലംബി. കേരളത്തിലെ CPM എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ. അല്ലല്ല, അത് എപ്പോഴാണ് പറഞ്ഞത്? ഈ ഘട്ടത്തിലാണ് പറയുന്നത്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ.
അല്ല ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിൽ കൂടുതലായി ഞാൻ നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രി കേരള എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കുന്നതിനെതിരെ നിയമ പോരാട്ടം നടത്തുന്നതിൽ തെറ്റില്ല. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയൂ ഷാനൂബ്? ഇപ്പോ RSS പറയുന്നു, അതല്ലെങ്കിൽ കേരള സ്റ്റോറിയുടെ നിർമ്മാതാക്കൾ പറയുന്നു, മറ്റുള്ളവർ പറയുന്നു, VS പറയുന്നു, ഇങ്ങനെ ഇതെല്ലാം ഈ തരത്തിലൊരു നറേറ്റീവ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പക്ഷത്തിന് ആനുകൂല്യം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യരുത്. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. അല്ല അഭിലാഷേ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ നരേറ്റീവ് ഉണ്ടാക്കി കൊടുക്കാൻ അവസരം ഉണ്ടാക്കിയത് ഞങ്ങളാണോ? അങ്ങ് പറയുന്നത് എന്തെപ്പോഴും അല്ല, VS അച്യുതാനന്ദൻ പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതൊരു സ്പെസിഫിക് ആയ ഒരു സംഭവം ഉണ്ടായപ്പോ സംസ്ഥാനത്ത് ഇല്ലാത്തവണ്ണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിൽ ഒരു അധ്യാപകന്റെ കൈ മതനിന്ദ ആരോപിച്ച് വെട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോ വളരെ ശക്തമായ പോലീസ് ആക്ഷൻ ഉണ്ടായി. അത് വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഇന്റലിജൻസ് ഇൻപുട്ട് അനുസരിച്ച് ഒരു സംഘടനയെ കുറിച്ച് സ്പെസിഫിക് ആയ ഒരു സംഘടനയുടെ പേരെടുത്ത് അവർ എന്താണ് ചെയ്യുന്നത്, എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് വിശദീകരിച്ചു. അതിലെന്താണ് തെറ്റ്? അങ്ങനെ പറയേണ്ട ആളല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അതോ വൺ സൈഡഡ് ആയിട്ട് മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ? വൺ സൈഡിന്റെ പ്രശ്നമല്ലല്ലോ. ഇപ്പോൾ പോലും അഭിലാഷ് പറയുന്നത് എന്താ? മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം എന്നല്ല, മുഖ്യമന്ത്രി നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് എന്നെയും അഭിലാഷിനെ പോലെ മാറി നിൽക്കേണ്ട ഒരാളാണോ? സ്വീകരിക്കണമെന്നേ. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ശരി, മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കണം, അതെങ്കിലും എടുക്കണം. ശരി, ഓക്കെ. ഞാൻ അങ്ങയിലേക്ക് വരാം. BJPയുടെ പ്രതിനിധിയിലേക്ക് ശ്രീ ശ്യാംരാജ്, നമ്മൾ കേരളം എന്നൊരു സൊസൈറ്റിയെ ആകെ എടുത്താൽ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, മത നേതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ നമ്മൾ സൊസൈറ്റി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, കേരളത്തിലെ ഹിന്ദു സ്ത്രീകളെ എല്ലാം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ? ഓരോ ഹിന്ദു പെൺകുട്ടിയെയും നോക്കി ഇവരെ സ്വന്തമാക്കി കല്യാണം കഴിച്ച് മതം മാറ്റി ബീഫ് കഴിപ്പിച്ച് പിന്നെ സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ തോക്കും കൊടുത്ത് വിടാം എന്ന് വിചാരിക്കുന്നവരാണോ? അങ്ങനെ ഒരു സമൂഹത്തെ ആകെ തന്നെ അങ്ങനെ പോർട്രേ ചെയ്യുന്ന വിധത്തിലാണ് ഒന്നാം എഡിഷൻ വന്നത്. രണ്ടാമത്തെ എഡിഷൻ വളരെ വ്യക്തമായിട്ട് ഒരു ക്യാരക്ടർ പറഞ്ഞ ഡയലോഗാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അസ്യൂം ചെയ്ത് പറയുന്നതല്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്, ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാവുന്നത്, അത് വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിൽ വിഷം കലക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ള ഒരു സമീപനം BJP എടുക്കേണ്ടത്. BJP ഗാന്ധിയൻ സോഷ്യലിസമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ 1980 ആരംഭിച്ച ഒരു പ്രസ്ഥാനമല്ലേ? അപ്പൊ BJPയിൽ നിന്നും ജനങ്ങൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തെ വിഭജിക്കരുത് എന്ന നിലപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അഭിലാഷേ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാറും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയൊക്കെ നടന്ന് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം മുഴുവൻ സുരക്ഷിതരാണ് എന്ന് അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ചർച്ച നടത്തുന്നത്. ഇവിടുത്തെ വലിയൊരു നറേറ്റീവിന്റെ പ്രശ്നം എന്താ അറിയോ? ഒന്ന്, ഇപ്പൊ അഭിലാഷ് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞത് ഒരു സമൂഹത്തെ മുഴുവൻ ആ സിനിമയിൽ എന്താ കാണിച്ചെന്നുള്ളത് സിനിമ വരുമ്പോൾ നമുക്ക് നോക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തെ മുഴുവൻ പറയട്ടെ തോക്ക് കയറി ഓടിക്കല്ലേ. ഞങ്ങളെ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഒരു സമൂഹം മുഴുവൻ പ്രശ്നക്കാരാണ് എന്ന ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ ആ സമൂഹത്തിനിടയിൽ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ചില സംഘടനകൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഘടനകളെ ഞങ്ങൾ പറയുമ്പോൾ ഇവിടെ ആ സംഘടനകൾ മനഃപൂർവ്വം പ്രണയം നടിച്ച് വിവാഹം കഴിച്ച് സിറിയയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, തീവ്രവാദത്തെ പിന്തുണയ്ക്കുമ്പോൾ, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകൾ ബാൻ ചെയ്യപ്പെടുമ്പോൾ അവരെ പറയുമ്പോൾ മുഴുവൻ മുസ്ലിം സമുദായത്തെയുമാണെന്ന് പറയുന്ന നിങ്ങളുടെ നറേറ്റീവാണ് ഇവിടുത്തെ പ്രശ്നം. പറയട്ടെ അല്ല, ഞാൻ ആ സിനിമയുടെ കാര്യം പറയാൻ വന്ന ആളല്ല, ഞാൻ അതിന്റെ സംവിധായകനും സ്ക്രിപ്റ്റ് അല്ല. നിങ്ങൾ BJPയോട് ചോദിച്ചതുകൊണ്ട് BJPയുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്. BJPയെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു നിലപാടില്ല. BJP പറയുന്നത് ലവ് ജിഹാദ് എന്ന് പറയുന്നതുണ്ട്, പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദം ഉണ്ടായിരുന്നു, അവരെന്താണ് ചെയ്തിട്ടുള്ളത്, അതിനെ ഞങ്ങൾ എതിർക്കുന്നു. അതിനെ എതിർക്കുമ്പോൾ മുഴുവൻ സമുദായത്തെയാണ് പറയുന്നത് എന്ന് പറയുന്നവരുടെ നറേറ്റീവാണ് പ്രശ്നം. ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കും ഈ CPM-നും എല്ലാം അത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെയും തീവ്ര നിലപാട് സംഘടനകളും കുനിഞ്ഞു നിൽക്കാൻ പറയുമ്പോൾ മുട്ടിലെഴുതുന്ന നിലപാടാണ് ഉള്ളത്. കാന്തപുരത്തെ കണ്ട് അഭിലാഷേ, അത് ഞാൻ പറഞ്ഞില്ലേ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ BJP നമ്മുടെ മോദിജി അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ട് ഞങ്ങൾ ഒരു സമൂഹത്തെ മുഴുവനായി പറയുന്നില്ല, അതല്ല ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അതല്ല ഇതാണെന്ന് അഭിലാഷ് എങ്ങനെ പറയാം? ഞങ്ങളുടെ BJPയുടെ അഭിപ്രായം ഞാൻ പറയാം. ഞങ്ങൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. സിനിമയെ കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ സിനിമയുടെ സംവിധായകനല്ല. അഭിപ്രായം പറയാം.
ഇപ്പോൾ എന്നോട് ഇപ്പൊ ചോദിച്ച BJP-യുടെ അഭിപ്രായമാണല്ലോ. എനിക്ക് കഴിഞ്ഞില്ല പറയട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യം എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഒന്ന്, ഈ സിനിമയുടെ ഈ ട്രെയിലറിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന അഗലെ 25 साल में पूरा भारत एक मुस्लिम इस्लामिक स्टेट होगा और पूरा भारत में शरिया लागू होगा. ഇത് ആര് പറഞ്ഞതാ? പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞതല്ലേ? അതിനെ നമ്മൾ എന്തിനാ നിഷേധിക്കുന്നത്? NIA കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ പറഞ്ഞതല്ലേ? കോടതിയിൽ എന്തിനാ നമ്മൾ മൂടി വെക്കുന്നത്? ഞങ്ങളുടെ പ്രശ്നം എവിടെയാണെന്ന് പറയട്ടെ. ഇത് പറയുമ്പോൾ, ഈ യാഥാർത്ഥ്യം പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പൊള്ളുന്നത് എന്തിനാ? പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി അനൂപ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് സ്വാഭാവിക പ്രണയങ്ങൾ എന്തിനാണ് ഞങ്ങൾ BJP-ക്കാർ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നതെന്നാണ്. അനൂപിന് മനസ്സിലായിട്ടില്ലെങ്കിലും ഞങ്ങൾ പറയുന്നത് മനസ്സിലായിട്ടുള്ള കോൺഗ്രസിന്റെ ഹൂബ്ലിയിലെ അവിടുത്തെ കൗൺസിലർ ഉണ്ട്. അദ്ദേഹത്തിന്റെ മകള് 2024 ഏപ്രിൽ 19 അദ്ദേഹത്തിന്റെ മകളുടെ പേര് നേഹ ഹിരോമത്ത് എന്നാണ്. നേഹ ഹിരോമത്തിനെ 2024 ഫയാസ് എന്ന് പറയുന്ന വ്യക്തി കുത്തി കൊലപ്പെടുത്തിയപ്പോ ഈ അനൂപിന്റെ നേതാവ് കോൺഗ്രസിന്റെ ഹൂബ്ലിയിലെ കൗൺസിലർ എന്താ പറഞ്ഞെന്നറിയോ? എന്റെ മകൾ ലവ് ജിഹാദിന്റെ കാരണമായിട്ട് കൊല്ലപ്പെട്ടതാണ്, ഒന്നുകിൽ അല്ലെങ്കിൽ അവനെ എൻകൗണ്ടർ ചെയ്തില്ലാക്കണം എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവാണെന്നേ. എനിക്ക് കഴിഞ്ഞില്ല. ഇനി ഷോൺ ജോർജിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJP-യെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവിക പ്രണയങ്ങൾക്കോ പ്രണയിച്ച് ജീവിച്ചിരുന്ന ഞങ്ങൾ അന്നും ഇന്നും ഇനിയും എതിർപ്പല്ല. എന്തായാലും ഷോൺ ജോർജിന്റെ ഭാര്യ എന്തായാലും അവരുടെ പൂഞ്ഞാറിലെ വീട്ടിലും പറമ്പിലും പോയിട്ട് ആ പറമ്പിൽ ആടിനെ മേയ്ക്കുന്നേ ഉള്ളൂ. ഞങ്ങളുടെ പ്രശ്നം അങ്ങ് സിറിയയിൽ കൊണ്ടിട്ട് ആടുകളെ മനസ്സിലാക്കാനുള്ള ബോധം ഈ കോൺഗ്രസിന്റെ നേതാവിന് മനസ്സിലാവണം. അവരുടെ നേതാവിനെങ്കിലും മനസ്സിലാവണം. ആയിക്കോട്ടെന്ന്. ഇവിടെ ആർഷവിദ്യാ സമാജത്തിൽ കേട്ടിട്ടുണ്ടോ? എറണാകുളത്തുണ്ട് 150 പെൺകുട്ടികളുണ്ടെന്നേ. ഇന്ത്യയിൽ 20 കോടി മുസ്ലിങ്ങളുണ്ട്. ഇന്ത്യയിൽ നിന്ന് ISIS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 89 പേര് മാത്രമാണ്. ആഭ്യന്തര വകുപ്പിന്റെ കണക്കനുസരിച്ച് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തു. ഒന്നോ രണ്ടോ ഉദാഹരണം എടുത്തിട്ട് ഇതാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയരുത്. നിൽക്കുന്നേ ആ 1-2 ഉദാഹരണങ്ങൾ പ്രശ്നമാണെന്നേ. നിൽക്കുന്നേ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തപ്പോ ഇന്ന് മൊയ്തീൻ കുട്ടി എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ അറസ്റ്റ് ചെയ്തു. എന്തായിരുന്നു? അയാള് മാസ്റ്റർ ട്രെയിനറാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ. ഇത്ര കാലം നിങ്ങൾക്ക് അറിയുമായിരുന്നോ? ഇത് ഓരോ കാര്യം പുറത്തു വരുമ്പോ, കേസുകൾ വരുമ്പോൾ യാഥാർത്ഥ്യം പുറത്തു വരിക. അതിനോട് എന്തിനാണ് മുഖം തിരിച്ച് നിങ്ങൾ നിൽക്കുന്നത്? യാഥാർത്ഥ്യങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു കമ്മ്യൂണിറ്റിക്കെതിരല്ല. അങ്ങനെ ഞങ്ങൾ അന്നും ഇന്നും ഇനിയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ മുഖം തിരിച്ച് നിൽക്കരുത്. നിങ്ങളൊരു കമ്മ്യൂണിറ്റിക്കെതിരല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമകളും വരുമ്പോ അതിനെ എതിർക്കണം. ഇത് പ്രൊപ്പഗാൻഡയാണെന്ന് പറയണം. ഇതൊന്നും ഈ നാട്ടിലെ ചെലവാകില്ലെന്ന് പറയണം. ഈ സംസ്ഥാനത്തെ വർഗീയമായി വിഭജിക്കരുതെന്ന് പറയണം. ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നാണെന്ന് പറയണം. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോ ആ ജോസഫ് മാഷെ മടിയനെന്ന് വിളിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നാഷണൽ ജനറൽ സെക്രട്ടറി ഉണ്ട്. അന്ന് നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ? ജോസഫ് മാഷിന്റെ കൈവെട്ടൽ മാത്രമല്ല, ഈ കഴിഞ്ഞ 20 വർഷത്തിനിടെ ഇവിടെ നടന്ന വർഗീയ അക്രമം കേട്ടോ. ഇത് നിങ്ങൾ റിയാസ് മൗലവി എന്ന മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്തിനാ? ഒരു ചെറിയ കുട്ടി, കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മാറാട് പറയണം. ഒരുപാട് വർഗീയ കലാപങ്ങൾ നടത്തിയില്ലെങ്കിലും വർഗീയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഒറ്റപ്പെടുത്തുന്നത് എടുത്തു വെച്ചത് എന്ന് ടാലി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇങ്ങനെയുള്ള വർഗീയ സംഘർഷങ്ങൾ ഇവിടെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ തള്ളിപ്പറയണം. ഹേറ്റ് പ്രൊപ്പഗാൻഡയെ തള്ളിപ്പറയണം. എന്നാലേ വർഗീയ സംഘർഷങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കുള്ളൂ. ശരി, രാഹുൽ ഈശ്വർ, ഇത് വൺ സൈഡ് ആവരുത് അഭിലാഷേ. അതേ എനിക്ക് പറയാനുള്ളൂ. മാധ്യമങ്ങളും വൺ സൈഡാണ് കാണിക്കുന്നത്. ഇല്ല, കേരളത്തിന്റെ നന്മ, മതസൗഹാർദ്ദം, സാഹോദര്യം, ഈ കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ. അതാണ് വൺ സൈഡ് എങ്കിൽ അതാണ് കേരളത്തിന്റെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ തീവ്രവാദികളെ പിന്തുണച്ചുകൊണ്ട് ഒരു തീവ്രവാദിയെ ആരും പിന്തുണച്ചില്ല. ഇമാതിരി പ്രൊപ്പഗാൻഡ സിനിമകളൊക്കെ എടുക്കുന്ന ആളുകളാണ് തീവ്രവാദികൾ. ഇങ്ങനത്തെ സിനിമയൊക്കെ എടുക്കുന്ന ആളുകളാണ് തീവ്രവാദികൾ. സിനിമയെക്കുറിച്ച് രാഹുൽ ഈശ്വർ, സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ മ്യൂട്ട് മാറ്റി സംസാരിക്കൂ. നിങ്ങളാണ് സത്യത്തിൽ പ്രൊപ്പഗാൻഡ ചെയ്യുന്നത്. ശരി, ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യുന്ന ആളുകളാണ് തീവ്രവാദികൾ. രാഹുൽ ഈശ്വർ,
രാഹുൽ ഈശ്വർ ഈ ഹാദിയ കേസിലൊക്കെ ആദ്യം മുതൽ ഇടപെട്ട ആളാണല്ലോ. ഇപ്പൊ കേരളത്തില് 1-2 സംഭവങ്ങളൊക്കെ എടുത്താൽ ഇങ്ങനെ മതം മാറ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ മതത്തിലേക്കും മതം മാറ്റം നടത്തുന്നുണ്ട്. മതം മാറ്റം എന്ന് പറയുന്നത് നിയമവിരുദ്ധമായ കാര്യമല്ല. പക്ഷേ ഹാദിയ കേസ് സുപ്രീം കോടതി സുദീർഘമായി പരിശോധിച്ച കേസാണ്. സുപ്രീം കോടതി NIA-യോട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചതാണ്. NIA അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതാണ്. താങ്കൾ അതിൽ അവരുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഇടപെട്ട ആളുമാണ്. ഈ പ്രൊപ്പഗാൻഡ എത്ര ആഴത്തിൽ കേരളത്തിൽ പതിഞ്ഞിട്ടുണ്ട്? ശരി, പക്ഷെ പെട്ടെന്ന് 2-3 കാര്യങ്ങൾ. അഖില ഹാദിയ കേസിൽ എനിക്കെതിരെ പോപ്പുലർ ഫ്രണ്ടുകാർ സുപ്രീം കോടതിയിൽ പോയതാണ്. പോപ്പുലർ ഫ്രണ്ടുകാര് രാഹുൽ ഈശ്വർ എന്ന വ്യക്തിക്കെതിരെ സുപ്രീം കോടതി പോയതും എന്റെ അഡ്വക്കേറ്റ് അവിടെ എണീച്ചു നിന്ന് എന്നാൽ ഞങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ കപിൽ സിബൽ എന്നാൽ വേണ്ട എന്ന് പറഞ്ഞ് പോയതാണ്. പോപ്പുലർ ഫ്രണ്ട് എനിക്കെതിരെ പോയതാണ്. കേരളത്തിൽ ആദ്യമായി ഐസിസിന്റെ തീവ്രവാദ ത്രെറ്റ് ലഭിച്ച വ്യക്തിയാണ് ഞാൻ. കൊച്ചിയിൽ ഒരു പരിപാടിക്ക് എത്തിയപ്പോൾ, ഒരു മുസ്ലിം പരിപാടിക്ക് എത്തിയപ്പോൾ ആ പരിപാടിക്ക് ഐസിസിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മുടെ ഇപ്പോഴത്തെ ശ്രീജിത്ത് സാർ അന്ന് അവിടുത്തെ ഇൻചാർജ്, അദ്ദേഹം അടക്കം എന്നെ വന്ന് സേഫായ ഒരു സ്ഥലത്തേക്ക് പോയതാണ്. ഒരു ഹിന്ദു ആക്ടിവിസ്റ്റായ വ്യക്തിയാണ്. ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം അപരിമിതമാണെന്ന് വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ്. MF ഹുസൈനെതിരെ 2007 MA ബേബി സാർ പുള്ളിക്ക് അവാർഡ് കൊടുക്കാൻ പോയപ്പോൾ അതിനെതിരെ കേസ് പോയതും ഞങ്ങളുടെ ടീമാണ് അതിനെതിരെ കേസ് പോയതും വിജയിച്ചതും. 2-3 കാര്യങ്ങൾ തർക്കിക്കാനല്ലാതെ പറയാം. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു സെൻസ് ഓഫ് ബാലൻസ് വേണം, ഒരു മിതത്വം വേണം. പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാം, ആ പ്രശ്നങ്ങളെ പർവ്വതീകരിക്കുകയല്ല, സോൾവ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അഖില ഹാദിയ കേസിലും വളരെ സങ്കീർണമായ കേസാണ്. പക്ഷേ ഞാൻ സത്യസന്ധമായി തുറന്നു പറയാം, ഞാൻ പലതവണ അഖില ഹാദിയോട് മതം മാറരുതെന്ന് പറഞ്ഞു. ഞാൻ പലതവണ അവൾക്ക് ശ്രീനാരായണ ഗുരുദേവന്റെയും വിവേകാനന്ദന്റെയും ഗാന്ധിജിയുടെയും ബുക്കൊക്കെ കൊടുത്തു. പക്ഷേ അഖില ഹാദിയുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ കുട്ടിക്ക് മറ്റൊരു വിശ്വാസം അത്താണിയായി തോന്നിയപ്പോൾ അവൾ പോയതാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പരമാവധി പറഞ്ഞു നോക്കി. പക്ഷേ ആ കുട്ടിക്ക് അതാണ് വിശ്വാസം എന്ന് ശരിയെന്ന് തോന്നി, പോട്ടെ എന്ന് വിചാരിക്കണം. അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് അതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? മതം മാറി എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ? അല്ലെങ്കിൽ അടിക്കാൻ പറ്റുമോ? ഉപദ്രവിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളും ഐസിസും തമ്മിൽ എന്താ പിന്നെ വ്യത്യാസം? അതാണ് ഒന്ന്. 2, ശ്രീ അനൂപാണ് ഇത്തരം കേസുകളിൽ, ശ്രീ അനൂപും ഞാനും ഒക്കെ ശ്രീനാരായണീയരാണ്. അനൂപാണ് ഇത്തരം കേസുകളിൽ ആദ്യം കൊണ്ട് പരാതി കൊടുക്കുന്നത്. പക്ഷെ ശ്രീ അനൂപിനോട് അഭിമാനത്തോടെ പറയട്ടെ, ശങ്കരാചാര്യരെ ഫോളോ ചെയ്യുന്ന ശ്രീദേവ് നമ്പൂതിരി, പേരുകൊണ്ടെങ്കിലും ബ്രാഹ്മണനായ ഒരു വ്യക്തിയാണ്, ഈ കേസിന് അല്ലെങ്കിൽ കേരള സ്റ്റോറിക്കെതിരെ 2-നെതിരെ ഹൈക്കോടതിയിൽ പോയി എന്നുള്ളത് ഞാൻ അഭിലാഷിന്റെ റിട്ട് പെറ്റീഷൻ അയച്ചിട്ട് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ശ്രീദേവ് നമ്പൂതിരിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ശ്രീദേവ് നമ്പൂതിരിയെ പോലുള്ള നല്ല ഹിന്ദു യുവാക്കൾ വളർന്നു വരട്ടെ. ആ ഹെയ്റ്റ് പ്രൊപ്പഗാൻഡയെ നമുക്ക് മാറ്റാൻ നോക്കാം. 3, ഇതിലൊരു വിഷയമുണ്ട്, ആ വിഷയം നമ്മൾ കാണാതിരിക്കരുത്. ശ്രീ ശ്യാംരാജ് പറഞ്ഞതുപോലെ 1-2 ഇൻസിഡന്റ് ആണെങ്കിലും 0.0001% ആണെങ്കിലും ചില ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിമിഷ ഫാത്തിമയുടെ കേസാകാം. നിമിഷ ഫാത്തിമയുടെ സഹോദരൻ ഇന്ത്യൻ പട്ടാളത്തിലെ ഒരു മേജറാണ്. അപ്പൊ നിമിഷ ഫാത്തിമ എന്ന കുട്ടി ഇന്ന് ഇന്ത്യയിൽ ഇല്ല, മറിയം സോണിയ സെബാസ്റ്റ്യൻ ഇല്ല. അപ്പൊ ഫാർ ആൻഡ് ഫ്യൂ ആണെങ്കിലും 10 ലക്ഷത്തിൽ 1 ആണെങ്കിലും ചില സംഭവങ്ങളുണ്ട്. നമ്മുടെ മുസ്ലിം സഹോദരന്മാരും ആക്റ്റീവായി മുമ്പോട്ട് വന്ന് ഇത്തരം സംഭവങ്ങളെ തള്ളി പറയണം. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അതൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷറാണ്. ഞങ്ങൾ എല്ലാം കാണുന്ന മുസ്ലിം ലീഗ് പോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രസ്ഥാനങ്ങൾ, തങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരടക്കം ഇത്തരം ഫാർ ആൻഡ് ഫ്യൂ സംഭവങ്ങൾ നടക്കുമ്പോൾ 1 കോടിയിൽ 1 ആയിരിക്കും, 10 ലക്ഷത്തിൽ 1 ആയിരിക്കും നടക്കുമ്പോൾ അവർ ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് വന്ന് അത് ശരിയല്ല. പണ്ടൊരു ഉമ്മ തീവ്രവാദിയായ മകന്റെ മയ്യത്ത് പോലും എനിക്ക് കാണേണ്ടത് പറഞ്ഞതുപോലെ കേരളത്തിൽ ഏതാണ്ട് 1 കോടിക്കടുത്ത് മുസ്ലിങ്ങളുണ്ട്. അതിൽ ഈ പറയുന്ന 3 പെൺകുട്ടികളും പിന്നെ ആകെ 16 പേരാണല്ലോ ISIS-ലേക്ക് പോയത്. 1-2 പേര് പോയി, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് കരുതി എല്ലാം ആ സമുദായം സമാധാനം പറയണം, അവിടുത്തെ ചെറുപ്പക്കാരും അങ്ങനെ ഇങ്ങനെ ആക്കണം. എല്ലാ സമൂഹത്തിലും സംഭവിക്കുന്നതല്ലേ? അവിടെയാണ് നമ്മൾ 2 പക്ഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിഷ്ണുത കാണിക്കണം. നാളെ ശ്രീ ശ്യാമരാജ് ഒരു വിമർശനം ഉന്നയിച്ചാൽ അതിനെ ആ വിമർശനത്തിനെ സഹിഷ്ണുതയോടെ കാണാനും, നേരെ തിരിച്ച് എന്നാൽ നമ്മൾ അടക്കമുള്ള ആൾക്കാർ മുസ്ലിം സഹോദരങ്ങളെ മുഴുവൻ വർഗീയ അല്ലെങ്കിൽ ഡീമോണൈസ് ചെയ്യരുത്, വക്രവൽക്കരിക്കരുത്, കരിവാരി തേക്കരുത് എന്ന് പറയുകയും വേണം. അവിടെയാണ് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അഖില ഹാദിയയ്ക്ക് വേണ്ടി നമ്മുടെ കപിൽ സിബൽ വാദിച്ചത് 77 ലക്ഷം രൂപ മേടിച്ചാണ്. ഞാൻ അഖില ഹാദിയയ്ക്ക് വേണ്ടി എന്റെ കയ്യിൽ നിന്ന് 20,000 രൂപ അങ്ങോട്ടിട്ടാണ് പോയി കണ്ടതും സുപ്രീം കോടതിയിൽ അപ്രോച്ച് ചെയ്തതും കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇതിന്റെ പ്രശ്നം മതം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. അതിനെ ഒരു യാന്ത്രിക മതേതരത്വം വെച്ച് അല്ലെങ്കിൽ യാന്ത്രിക മതനിരപേക്ഷത വെച്ച് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. പകരം അയ്യപ്പൻ വാവർ വെളുത്ത സൗഹൃദം പോലെ, അത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ പറഞ്ഞതാണ്, ഒരു പോസിറ്റീവ് മതസൗഹാർദ്ദം കൊണ്ടുവരണം. അതോടൊപ്പം കുഞ്ഞിക്കണ്ണൻ സാറിനും ഒരു വിമർശനം. യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
2023 കമ്മ്യൂണിസ്റ്റുകാരുടെ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ പഠന റിപ്പോർട്ട് പോലെ ആത്മഹത്യ ചെയ്യുന്നവരിൽ 80% ഹിന്ദുക്കളാണ്. 83% പേര്, അത് സിബി മാത്യൂസിന്റെ റിപ്പോർട്ടാണ്, മദ്യപാനം അടക്കമുള്ള കാര്യങ്ങളിൽ ഹിന്ദുക്കളിലാണ്. കുടുംബ തകർച്ച, ജനസംഖ്യാ തകർച്ച എല്ലാം ഹിന്ദുക്കൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളെ സാമുദായികമായിട്ടും സാമൂഹികമായിട്ടും മതേതരമായിട്ടും കുഞ്ഞിക്കണ്ണൻ സാറിനെ പോലുള്ളവരോ അനൂപ്ജിയെ പോലുള്ളവരെ പോലും രാഹുൽ ഈശ്വറെ ആത്മഹത്യ ചെയ്യുന്നവരും കള്ളുകുടിക്കുന്നവരൊക്കെ മതം നോക്കിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ഓരോ മാനസിക വ്യാപാരങ്ങളല്ലേ? അതിൽ മതത്തിന് എന്താ കാര്യം? എനിക്കറിയില്ല, രാഹുൽ ഈശ്വറിനെ കണക്കാണ്. അല്ലല്ല, അതുകൊണ്ടാണ് രാഹുൽ അങ്ങനെ വെറുതെ പറയല്ലേ? രാഹുൽ അങ്ങനെ വെറുതെ പറയല്ലേ? രാഹുൽ അങ്ങനെ വെറുതെ പറയല്ലേ? ഹിന്ദുക്കളെല്ലാം പോയി ആത്മഹത്യയാണ്. മദ്യപാനവും കൂടുതലെന്ന്. അപ്പൊ ഹിന്ദുക്കളെല്ലാം കൂടി എന്റെ രാഹുൽ മര്യാദ അതിനെ അഡ്രസ് ചെയ്യുന്നില്ല. അനൂപ്ജി അടക്കമുള്ളതിനെ അഡ്രസ് ചെയ്യുന്നില്ല. മതം വെച്ചല്ലോ ചെയ്യാവുന്ന ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം. നമ്മുടെ മുഴുവൻ പൗരന്മാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തണം. അല്ലാതെ അതിലൊക്കെ മുസ്ലിം എന്ന് പറയുന്നതിൽ എന്താ കാര്യം? അഭിലാഷ് ഒറ്റയ്ക്കൊരു കാര്യം, ഒറ്റ വരി പറഞ്ഞിട്ട് എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. ഒരു സമൂഹം മൊത്തം മദ്യപിക്കുന്നവരാണ്, കുടുംബത്താർച്ചയുള്ളവരാണെന്ന് രാഹുലിനെ പോലുള്ള ആൾക്കാർ പറയരുത്. നിങ്ങൾ ഹിന്ദു ആക്ടിവിസ്റ്റ് അല്ലേ? ഞാൻ അതിനോട് വിയോജിച്ചു. ശ്യാംരാജ് 83% ഞാൻ അഭിലാഷനോടല്ല പറഞ്ഞത്, ഞാൻ അഭിലാഷനോടാണ് ഞാൻ വിയോജിച്ചു അതിനോട്. നിങ്ങൾ മിതത്വം പറ, നിങ്ങൾ മിതമായിട്ട് പറ. രാഹുലെ ഒരേ സമയത്ത് രണ്ട് വാദങ്ങൾ നയിക്കരുത്, ഒരേ സമയത്ത് രണ്ട് വാദങ്ങൾ നയിക്കരുത്. നിങ്ങൾ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ മുഴുവൻ കണ്ണുകൂടി കൂടിയന്മാർ ഞങ്ങളുടെ കുടുംബം തകർന്നതാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ലെന്നേ രാഹുലെ. ആവശ്യമില്ലാത്ത തർക്കമാണ്. ഒരു ചാനൽ ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് ഒരു സമൂഹം മൊത്തം കള്ളുകൂടിയന്മാരാണ്. ശരി ഇതിപ്പോ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ മതത്തിനെന്താ കാര്യം? അതിലൊന്നും കാര്യമില്ലെന്ന്. ശരി ഓക്കെ, അത് വിട്ടു ശരി, അത് വിട്ടു എല്ലാ കാര്യത്തിലും കാണിക്കണം. ശരി ഓക്കെ. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇവിടെ ഇപ്പോ ശ്രീ അനൂപ് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് മെറിറ്റ് ഉണ്ടെന്ന് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരള സ്റ്റോറി എന്നാണ് പറ്റിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ചാണ്. അങ്ങനെ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ, സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ ദുരുപയോഗം ചെയ്ത് ഇവിടുത്തെ ജനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു സിനിമ വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധവും അപലപനവും എന്നുള്ളതിനപ്പുറത്ത് സ്റ്റേറ്റ് നിയമ നടപടി എടുക്കണ്ടേ? സാധ്യമായ നിലയിലല്ല. അല്ല, സ്റ്റേറ്റ് ഇക്കാര്യത്തിൽ എന്താ എടുക്കാൻ പോകുന്നതെന്ന് അനൂപിന് മനസ്സിലാവില്ല. കാരണം അനൂപിൻ്റെ പാർട്ടിയും അനൂപിൻ്റെ നേതാക്കന്മാരും ചരിത്രപരമായി തന്നെ സംഘപരിവാറിൻ്റെ എല്ലാ വിദ്വേഷ അജണ്ടക്കും നമ്മുടെ രാജ്യത്ത് കൂട്ടുനിന്നവരാണ്. ധാത്രിയിൽ മുഹമ്മദ് അക്കലക്ക് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളിയായ മനുഷ്യനെ ബീഫിൻ്റെ പേരിൽ തല്ലിക്കൊന്നപ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യ മനസ്സുള്ള എല്ലാവരും അതിനെതിരായിട്ട് അതിശക്തമായി പ്രതിഷേധിച്ചു. പക്ഷേ UP ആണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതിദാനം ചെയ്യുന്ന പ്രദേശമാണ്. പക്ഷേ അക്കലക്കനെ തല്ലിക്കൊന്ന ധാത്രിയിലേക്ക് കോൺഗ്രസിന്റെ ഒറ്റ നേതാക്കന്മാർ പോകാൻ തയ്യാറായില്ല. കോൺഗ്രസിന്റെ പ്രമുഖന്മാരായ വക്താക്കൾ എന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഗോവധം നിരോധിക്കാൻ സമഗ്രമായ ഒരു നിയമത്തിന്റെ അഭാവമാണ് ഈ ധാത്രികൾ ഉണ്ടാവുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ അജണ്ട പൂർത്തീകരിച്ചാൽ നമ്മുടെ രാജ്യത്ത് ബീഫിന്റെ പേരിലുള്ള മനുഷ്യഹത്യകൾ നടക്കില്ല. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. VS അച്യുതാനന്ദനെ പോലുള്ള ആളുകളെയൊക്കെ ഈ കാര്യത്തിൽ വലിച്ചിടുന്നത് VS ഒക്കെ വളരെ നഗ്നതയോടുകൂടി നല്ല രാഷ്ട്രീയ ബോധ്യത്തോടുകൂടി സെക്കുലർ വീക്ഷണത്തോടുകൂടി വിഷയങ്ങളെ സമീപിക്കുന്ന ആളുകളാണ്. വെറുതെ ഇത്തരം ചർച്ചകളിൽ അപവാദങ്ങൾ പറയുകയെന്ന ഒരു കനകലു ഉപദേശം ഉണ്ടല്ലോ. എവിടെ ചെന്നാലും അപവാദം പറയണം, എവിടെ ചെന്നാലും നുണ പറയണം, എവിടെ ചെന്നാലും തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാക്കണം എന്ന ആ കനകോലു അതാണ് അഭിലാഷിനറിയാം. അതെ, ഞാൻ പറയട്ടെ അഭിലാഷേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഗവൺമെന്റും കേരളത്തിനെതിരായിട്ടുള്ളത് മാത്രമല്ല ഒരു പ്രത്യേക മതസമൂഹത്തിനെതിരായിട്ടുള്ള ഭീകരമായ ഈ അപരത്വ നിർമ്മിതിയെ എല്ലാ തലങ്ങളിലും പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയൊക്കെ അത്ര നിസ്സാരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ FB കുറിച്ചിട്ടുണ്ട്, പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇന്ന് BJPയുടെ അധ്യക്ഷൻ വന്ന് പിണറായി വിജയനെ വലിയ ചീത്ത പറഞ്ഞല്ലോ. VD സതീശൻ ഇതുവരെ ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല, ശക്തമായ നിലപാട് സ്വീകരിക്കും. വളരെ വൈകി അഭിപ്രായം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും. എനിക്ക് ചർച്ചയിൽ പറയാനുള്ളത് ഈ തീവ്രവാദത്തെ ഒരു കാരണവശാലും അതുമായിട്ട് ബന്ധപ്പെടുത്തരുത്.
അത് BJPയുടെ പ്രതിനിധിയായാലും ഇവിടെ സംസാരിച്ച എൻ്റെ സുഹൃത്ത് രാഹുൽ ഈശ്വറായാലും ഇതൊരു മതത്തിൻ്റെ പ്രശ്നമല്ല. ഒരു മതവും സ്വയം അതിൻ്റെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അർത്ഥത്തിലുള്ള എക്സ്ട്രീമിസത്തെയും ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പോൾ സംഘപരിവാർ ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള സംജാത സ്ഫോടനം, മലേഗാവ് സ്ഫോടനം, മക്ക മസ്ജിദ് സ്ഫോടനം, ഇതിലൊക്കെ ആളുകളെ നിങ്ങൾ റിക്രൂട്ട് ചെയ്തല്ലോ, സ്ത്രീകളെ വരെ റിക്രൂട്ട് ചെയ്തില്ലോ. അത് ഹിന്ദു മതത്തിൻ്റെ തെറ്റാണോ? അത് സംഘപരിവാറിന്റെ ഒരു മിലിറ്റന്റ് എക്സ്ട്രീമിസത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അത് സംഘപരിവാറിന്റെ ഒരു തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാര് ആളുകളെ റിക്രൂട്ട് ചെയ്ത് കള്ളം പറയാൻ വേണ്ടി പാടില്ല കേട്ടോ. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള പാർട്ടിയുടെ പ്രതിനിധികളാണ് കള്ളത്തരം പറയുന്നത്. മര്യാദ പാലിക്കണം. ഇതെന്താണിത്? ഇത് വെള്ളരിക്കപ്പെട്ടതാണോ? ഞാൻ ഈ ചർച്ചയിൽ നിങ്ങൾ ആര് സംസാരിക്കും ഇടപെടുന്നില്ലല്ലോ. എന്താ കൊമ്പുണ്ടോ സംസാരിക്കാൻ? എന്നെ കുത്താൻ വരുന്നത് ശ്യാംരാജ് അടങ്ങിയിരിക്കണം. സമയത്ത് ഞാൻ എനിക്കൊരു ഇടവേള വേണം. ഇത് അങ്ങനെ തർക്കിച്ചു പോകേണ്ട ഒരു വിഷയമല്ല. അതിനപ്പുറത്തുള്ള മാനങ്ങളുണ്ട്. എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം വരാം. ചർച്ച അവസാന മിനിറ്റിലാണ്. സമയ ചുരുക്കമുണ്ട്. ഷിവിയാർ അനൂപ് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന്. അല്ല, ഇവിടെ ബഹുമാന്യനായ KT കുഞ്ഞുണ്ണൻ എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അടുത്ത ഈ രണ്ടാം കേരള സ്റ്റോറിക്കെതിരെ ഞങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണുന്ന. പക്ഷെ ഒന്നാം കേരള സ്റ്റോറിക്കെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചത്? സർക്കാർ എന്നുള്ള നിലയിൽ പിണറായി വിജയൻ സർക്കാർ ഒന്നും സ്വീകരിച്ചിട്ടില്ലെന്നേ. ഇത് ഈ കേസിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സ്വന്തം കാശ് ചെലവാക്കി കേസിൽ പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ സർക്കാരിൻ്റെ നിലപാട് പറയാൻ കോടതി ക്ഷണിച്ചതുകൊണ്ട് അങ്ങോട്ട് പോയതാ. സർക്കാരായ ഒരു നിയമ പോരാട്ടം ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല. ഒന്നാം കേരള സ്റ്റോറിയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതാണ് പറയുന്നത്. അദ്ദേഹം പിന്നെയും ആവർത്തിച്ച് പറയുന്നു പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടില്ല എന്ന് ചോദിച്ചാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനാണോ ബഹുമാന്യനായ KT കുഞ്ഞിക്കണ്ണൻ സഖാവെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തുള്ളത്? അദ്ദേഹം ആക്ട് ചെയ്യണ്ടേ? അദ്ദേഹത്തിന് സാധ്യമായ തരത്തിൽ ആക്ട് ചെയ്യണ്ടേ? അതിന്റെ കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇവിടെ RSSന്റെ BJPയുടെ പ്രതിനിധി എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് കുറച്ച് ആളുകൾ IS പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാരമൊന്നും ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇല്ലാന്നേ. നിങ്ങളുടെ ആളുകൾ പള്ളി പൊളിച്ചിട്ടില്ലേ? കേരളത്തിലെ ഹിന്ദുക്കളൊക്കെ പള്ളി പൊളിക്കുന്നത് തീവ്രവാദികളാണോ? നിങ്ങളുടെ ആളുകൾ RSSകാരല്ലേ? കുറച്ച് ആളുകൾ RSSകാരെടുത്ത് അതിന്റെ ഭാരം ഹിന്ദുക്കൾക്കും ഇല്ല. നിങ്ങളപ്പോ ഈ പറയുന്ന IS അത് മുസ്ലിം ബാബറി മസ്ജിദ്, ബാബറി മസ്ജിദ് കേരളത്തിലോ? നിങ്ങളല്ലേ? ഗാന്ധിയെ കൊന്നു നിങ്ങളല്ലേ? സമയമില്ല. വളരെ നന്ദി മൂന്ന് പേർക്കും. മുമ്പ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. എന്തായാലും ഒരു വിദ്വേഷ സ്റ്റോറിക്കും ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാൻ കഴിയില്ല കേരളത്തിന്റെ മതനിരപേക്ഷത എന്ന ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു.